പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ എല്ലാ മക്കളെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവ്, പീഡിതമായ നിന്റെ രൂപത്തെ, ഉയർത്തുന്ന നിന്റെ രൂപത്തെ, രാജാവായി നിൽക്കുന്ന നിന്റെ രൂപത്തെ, രാജകീയ രൂപത്തെ എല്ലാം ഇപ്പോൾ മനസ്സിൽ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. കർത്താവ്, അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രയാസങ്ങൾ ഇരിക്കുന്നത് നീ ആശീർവദിക്കണമേ. ഇന്ന് യാത്രയ്ക്ക് പോകുന്നവരെ ആശീർവദിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ആരുടെയെങ്കിലും മുമ്പിൽ ഇൻ്റർവ്യൂവിനോ ടെസ്റ്റിനോ അല്ലെങ്കിൽ ജഡ്ജിയുടെ മുമ്പിൽ വിചാരണയ്ക്കോ മജിസ്ട്രേറ്റ് മുമ്പിൽ വിചാരണയ്ക്കോ നിൽക്കേണ്ടി വന്ന സാഹചര്യങ്ങളുള്ളവരെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതമാർഗം മുട്ടിപ്പോയവരെ, മക്കളില്ലാത്തവർ, മക്കളെ ഓർത്ത് മരിച്ചുപോയ മക്കളെ ഓർത്ത് വേദനപ്പെടുന്നവർ,
ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് പോയിരിക്കുന്നവർ, അവർക്കെല്ലാം മാനസാന്തരപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള കൃപ നൽകാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ വക്കീലോട് എന്ന് പറയുമ്പോൾ വക്കീൽ എൻ്റെ കൂടെ നിയമപരമായിട്ട് നിലനിൽക്കാൻ വേണ്ടി കുറേ കള്ളത്തരങ്ങൾ കൂടി പറഞ്ഞു. നിൻ്റെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നിനക്ക് ഇനി ജീവിതകാലത്ത് ഈ ജന്മത്ത് കർത്താവിൻ്റെ മുമ്പിൽ വരാൻ പറ്റാത്ത രീതി നിന്നെ ആക്കി കളഞ്ഞിട്ടുള്ള നിയമ സാഹചര്യങ്ങളിലേക്ക് നീ വലിച്ചിഴപ്പെട്ടുള്ള സാഹചര്യങ്ങളെ അതിനെ നിയമപരമായിട്ട് സത്യസന്ധം അതിജീവിക്കാൻ പരിശുദ്ധ ദേവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch with the fire fingers, walk with the precious blood. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകളുടെ മേലെല്ലാം, ഏതെല്ലാം രേഖകളോ എന്തെല്ലാം ഉപകരണങ്ങളോ നിങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ വലിയ ചൈതന്യം പ്രസരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. അത് നടപ്പിൽ വരുത്താൻ നിലനിൽക്കുന്ന തടസ്സങ്ങളെയും ദോഷങ്ങളെയും യേശുക്രിസ്തുവിൽ ബന്ധിക്കുന്നു. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരനെ നീക്കുക. ആമേൻ. നമ്മളൊരു പര്യടനത്തിലാണ്. മത്തായി 13:8 ഒരു വായിച്ചേ. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ഇപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞാൽ 100 മേനി എന്ന് പറയുമ്പോൾ എന്താണ്, 30 മേനി എന്ന് പറയുമ്പോൾ എന്താണ്, 60 മേനി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഇന്ത്യൻ കേരള കൺസെപ്റ്റിൽ ഒരു നെല്ല് മണി ഇട്ട 30 മണി നമുക്ക് ഞാറിലൂടെ അത് എടുത്ത് ഞാറായി അത് കുലച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് 30 നെല്ല് കിട്ടിയ 30 മേനി, 60 നെല്ല് കിട്ടിയ 60 മേനി, 100 നെല്ല് കിട്ടിയ 100 മേനി. കർത്താവ് ഇന്നാണ് ഈ ഉപമ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഗൂഗിളെല്ലാം സെർച്ച് ചെയ്തിട്ടേ പറയത്തുള്ളൂ. കാര്യം എന്താ, 100 മേനി എന്ന് പറയത്തില്ല. കാര്യം എന്താ, വല്ല 300 മേനിയെന്ന് 400 മേനി എന്നൊക്കെ പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വിത്തിന് അനന്തമായ സാധ്യതയുടെ വിളവുണ്ട്. നമ്മൾ ആദ്യ ദിവസത്ത് കണ്ടപ്പോൾ നിത്യതയിൽ വിളയുന്ന വിത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? നിങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ചത്തൊക്കെ പോയി നോക്കിയാൽ മതി. അല്ല, ശനിയാഴ്ചത്ത് നിത്യതയിൽ വിളയുന്ന വിത്ത്. നിത്യതയിൽ മാത്രമേ അത് നമ്മളിപ്പോൾ ഭൂമി വിതക്കും ആത്മാവിൽ നിത്യതയിലാണത് കൊലക്കണത്, പാകമാകണത്. അപ്പം അതുപോലെ തന്നെ ഒരു വിത്ത് വിതക്കുമ്പോൾ 400 മേനി കിട്ടണവരുണ്ട്. 100 മേനി അല്ല, 400 മേനി കിട്ടും. അതെന്താണത്? വിശ്വാസത്തിന് 30 മേനി, പ്രത്യാശയ്ക്ക് 60 മേനി, സ്നേഹത്തിന് 100 മേനി. പിന്നെ എന്താണ് 400 മേനി എന്ന് പറയുന്നത്? സമർപ്പണമാണ്. സമർപ്പണം എന്ന് പറഞ്ഞിട്ടുണ്ട്, വല്ലാത്ത സംഭവം. സമർപ്പണം എന്ന് പറഞ്ഞ് ഇന്ന് ഏറ്റവും കൂടുതൽ തേയ്മാനം സംഭവിച്ചിരിക്കുന്ന ഒരു വാക്കാണ് സമർപ്പണം. വഴിയോരത്ത് നേർച്ചപ്പെട്ടിയിലും സമർപ്പണം എന്ന് എഴുതിയിട്ടുണ്ട്. അടിമ വെക്കാൻ ചെല്ലുമ്പോൾ അവിടെ സമർപ്പണം ചെയ്തിട്ടുണ്ട്. സമർപ്പണം അതൊന്നും അല്ലായിരുന്നില്ല. സങ്കടം വരുന്നതൊക്കെ കാണുമ്പോഴേ അതായത് സമർപ്പണം അല്ലല്ലോ അതൊന്നും. അതൊക്കെ സമർപ്പണമാണ്. സമർപ്പണത്തിൻ്റെ ഏറ്റവും ലഘുരൂപങ്ങളാണ് അതൊക്കെ. സമർപ്പണം എന്ന് എന്താ മക്കളെ? ഒരു മനുഷ്യന് ഒരു കുറേ ഇറച്ചിയായിട്ട് അപ്പൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി വിറകെ തൂങ്ങിയ കഥയാണല്ല, സംഭവമാണല്ല വചനമെന്ന് പറയുന്നത്. ആ മനുഷ്യൻ അവസാനം കഴിഞ്ഞ് അപ്പൻ എന്നെ കൈവിടുകയില്ലെന്ന് ഞാൻ പറഞ്ഞു പോയില്ല അപ്പ എന്ന് നിലവിളിക്കും. നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിക്കും, എൻ്റെ അപ്പനോട് എനിക്ക്, അപ്പൻ എന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞു. അതൊരു ചങ്കായിരുന്നു ശരിക്കും, അതൊരു ധൈര്യമായിരുന്നു. പക്ഷെ കുരിശിൽ അപ്പനോ മകനെ അപ്പനെ ഉപേക്ഷിക്കേണ്ടി വന്നൊരു കഥയുണ്ട്. അപ്പം മകൻ പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് 400 മേനി എന്ന് പറയുന്നത്. എന്താണ്? എലോയ് ലമ സബക്താനി, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? അവനും ചോദിക്കും, നീയും ചോദിക്കണം. ചോദിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. നീ വൃത്തിയുള്ളവനാണെങ്കിൽ ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ചോദിക്കണം, അതിന് ഉത്തരം ഉണ്ടാകുകയും ചെയ്യരുത്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ ചില സമയത്ത് ഓർക്കുകയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞു, കർത്താവേ ഞാൻ തൊണ്ട കൊണ്ടാണ് നിനക്ക് വേണ്ടി ജീവിച്ചത്. ചിലപ്പോൾ ഈ തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറയും. അതുകൊണ്ട് ക്യാൻസർ വരത്തതിലെന്നല്ല, ഞാൻ കർത്താവിന് എൻ്റെ തൊണ്ട സമർപ്പിക്കും ഇഷ്ടമുള്ള ചെയ്യാൻ വേണ്ടി. അതെന്താ കാരണം എന്ന് വെച്ചാൽ എന്താ കാര്യം? നമ്മൾക്ക് ഈ ഭൂമിയിൽ ഇന്ന് പിരിയുമ്പോൾ
നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണത്. സുന്ദരമായ ചോദ്യം, ഉത്തരം ഉണ്ടാകുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ചോദിക്കാൻ പറ്റിയ ചോദ്യം. അപ്പാ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന്. അങ്ങനെ ചോദിക്കാതെ ദൈവത്തിൽ നീ പോകരുത്. എന്താ കാര്യം എന്നറിയാവാ? എല്ലാ ഉത്തരവും ഭൂമിയിൽ തരാനുള്ളതല്ല. ചില ഉത്തരങ്ങൾ അപ്പായടുത്ത് അടുത്തെത്തുമ്പോൾ തരാനുള്ള ഉത്തരങ്ങളാണ്. അതുകൊണ്ട് അപ്പം മിണ്ടത്തില്ല. അതിന് ഉത്തരം ഇല്ലാഞ്ഞിട്ടല്ല, അത് പറയാനുള്ള സമയമായിട്ടില്ലെന്ന് പറയും. ഇപ്പം അപ്പൻ ചെയ്യാനുള്ള കാര്യം ചെയ്യാൻ പോവുകയാണ്. അപ്പം അത് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ചെവി പറയും, ജീസസ്, നീ ഇങ്ങോട്ട് ചോദിക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പം ടൈം ഓഫ് ദി ഫാദറാണ്, അപ്പായുടെ സമയമാണ്, നിൻ്റെ സമയം കഴിഞ്ഞു. അപ്പോൾ നിനക്കിനി പറയാനുള്ളത് ലാസ്റ്റ് കൺക്ലൂഷൻ മാത്രമേ എഴുതി ചേർക്കാൻ പറ്റത്തുള്ളൂ. ഇനി മാറ്റർ എഴുതാൻ പറ്റത്തില്ല. ഒൺലി കൺക്ലൂഷൻ. വാട്ട് ഈസ് യുവർ കൺക്ലൂഷൻ എന്ന് ചോദിക്കും. അപ്പോഴേ ഈശോ പറയും, ഇതാണ് എൻ്റെ കൺക്ലൂഷൻ. അപ്പയെ കാണുന്നില്ല, അപ്പ ഉപേക്ഷിച്ച് എനിക്ക് തോന്നണ പോലെ എനിക്ക് തോന്നണം, പക്ഷേ ഐ കമൺ മൈ സ്പിരിറ്റ്. ദാറ്റ് ഈസ് മൈ കൺക്ലൂഷൻ. എൻ്റെ ജീവിതത്തിൻ്റെ കൺക്ലൂഷൻ അതാണ്. എന്താണ്? ഞാൻ എന്നെ സമർപ്പിക്കണം. വെദർ യു resent me or not, I don't mind. I adhere to your mind, your heart. I am your beloved son, as you said. നീ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ നിൻ്റെ പ്രിയപുത്രനായി ഈ ഭൂമിയിൽ നിന്ന് നിന്നെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞാൻ എല്ലാം സമർപ്പിക്കുന്നു. ഇതാണ് 400 മേനി എന്ന് പറയുന്നത്. കർത്താവ് 400 മേനി കൊയ്യണതിന് മുമ്പ് നമ്മളൊക്കെ 100 മേനി വരെ പറഞ്ഞിട്ടുള്ളല്ല. കർത്താവ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിനാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ 400 മേനിയും നിങ്ങൾ കൊയ്യും. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് റിൻസി മാത്യു. ഞങ്ങൾ വരുന്നത് തിരുവല്ലയിൽ നിന്നാണ്. ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഷാർജയിലാണ്. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത ഡേറ്റ് 2024 ഏപ്രിലാണ്. പക്ഷെ 2022 ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച് ഈ സംഭവം ഉണ്ടാകുന്നത്. ഞങ്ങൾ ഷാർജയിൽ നിന്ന് 2022 ഓഗസ്റ്റിൽ വെക്കേഷന് വന്ന സമയത്ത് ഞങ്ങൾ 3 പേരും കാറിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് അൺകോൺഷ്യസ് ആകുകയും സ്റ്റിയറിങ്ങിലോട്ട് പുള്ളി പെട്ടെന്ന് അങ്ങ് വീഴുകയായിരുന്നു. അപ്പം പെട്ടെന്ന് കാറ് പുള്ളി സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അപകടം സംഭവിച്ചില്ല. അപ്പം രാത്രി ഏകദേശം 8:30 ഒരു ചെറിയ ടൗൺ ആയിരുന്നു. ഞാൻ അവിടെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു. അവരെല്ലാം ഓടി വന്ന് എല്ലാവരും കൂടി. എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അതുവഴി ഒരു നേഴ്സ് കാറിൽ പാസ് ചെയ്യുകയും ഇത് കണ്ടുകൊണ്ട് ആ സിസ്റ്റർ അവിടെ നിർത്തിയിട്ട് CPR കൊടുത്തു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് കോൺഷ്യസ് ആയി. അങ്ങനെ എന്നാലും പുള്ളിക്ക് ഒട്ടും വയ്യ. അപ്പം ഞങ്ങൾ നേരെ ആ ജംഗ്ഷനിലുള്ള ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഞങ്ങളുടെ കാർ എടുത്തുകൊണ്ട് നേരെ പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തേക്ക് ഞങ്ങളും കൂടെ പോവുകയാണ്. അവിടെ ചെന്ന് ഞങ്ങൾ എമർജൻസി ചെന്നു. അങ്ങനെ ടെസ്റ്റുകളൊക്കെ ഡോക്ടർക്ക് ഒരു ഡൗട്ട് തോന്നി. ഡോക്ടർ പറഞ്ഞു നമുക്കൊരു CT എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വേദന എടുത്തിട്ട് പൊളയുക. അങ്ങനെ CT എടുത്തപ്പോഴാണ് അവർ വളരെ വിഷമിച്ചു പോയി. കാരണം അയോട്ടിക് അനൂറിസം റപ്ചർ ആകുകയാണ്. എന്ന് വെച്ചാൽ അത് വെരി സീരിയസ് കണ്ടീഷനാണ്. കാരണം രക്ഷപ്പെട്ടവർ വളരെ ചുരുക്കമാണ്. അപ്പം അങ്ങനെ അയോട്ട എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് പോകുന്ന മെയിനായിട്ടുള്ള ആ വെസലാണ്. അവിടെയാണ് ഇവിടെ അനൂറിസം വന്നിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കിത് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. ആക്ച്വലി എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാനും ഇങ്ങനൊരു സംഭവം കേട്ടിട്ടില്ല, ഇങ്ങനൊരു അസുഖത്തെ പറ്റി. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ ഞങ്ങൾക്കിവിടെ പറ്റത്തില്ല. കാരണം ഇതിൽ 99% പേഷ്യൻറ്റും രക്ഷപ്പെടാറില്ല. അങ്ങനെ ഞങ്ങളപ്പം ശരിക്കും ഞങ്ങളങ്ങ് എന്താ ചെയ്യേണ്ടത്? കാരണം വളരെ സന്തോഷത്തോട് ഒരു വെക്കേഷൻ ആഘോഷിക്കാൻ വന്ന ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനൊരു അവസ്ഥയിൽ പോകാം. ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ അതിനു മുമ്പ് ഒന്ന് അഡ്മിറ്റ് ആവുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങൾ അപ്പം പറഞ്ഞ് നമുക്ക് മറ്റു ഹോസ്പിറ്റൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പോൾ ഏകദേശം രാത്രി 10 മണിയായി. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും അവരും ഞങ്ങളും കൂടെ ചേർന്ന് വിളിച്ചിട്ടും ഓരോ ഹോസ്പിറ്റലുകാരും ഞങ്ങളെ എടുക്കത്തില്ല. കാരണം അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ എടുത്തിട്ട് അവർക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോവുക. കാരണം അവിടെ ആരെയും നിരസ്കരിക്കത്തില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ അവരെന്ത് ഞങ്ങളെ ചെയ്യും. ഈ രാത്രിയിൽ പ്രതീക്ഷകളൊന്നുമില്ലാതെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലിയാണ്. എപ്പോഴും ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു.
എമർജൻസി ചെന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവർ തിയേറ്റർ അപ്പം തന്നെ റെഡിയാക്കി. അപ്പം ഞാൻ കേൾക്കുന്നുണ്ട്, ആ എമർജൻസിയിലെ തിയേറ്ററിലെ ഡോക്ടറോട് പറയുന്നു, ഒരു ചാൻസും ഇല്ല രക്ഷപ്പെടാൻ, റപ്ചറായി. അവർ റപ്ചറായി കഴിഞ്ഞാൽ വയറ്റ് മുഴുവൻ ബ്ലഡ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു രക്ഷയില്ല എന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അവർ വളരെ പെട്ടെന്ന് തന്നെ അവർ തിയേറ്ററിൽ കയറ്റി. അറൗണ്ട് 12 മണിക്കൂർ സർജറി അവർ ചെയ്തു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു 48 hours ഒന്നും ഒരു ചാൻസും നമുക്ക് പറയാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറ് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ മുഴുവൻ നീരായി. അങ്ങനെ വെൻറ്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചു. ഫുൾ വെൻറ്റിലേറ്റർ സപ്പോർട്ടിൽ 1 വീക്ക് അവിടെ കിടത്തി. അപ്പോഴും വയറ് തുറന്നിട്ടേക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് അതിൽ കൂടുതലൊന്നും വയറ് തുറന്നിടാൻ പറ്റത്തുമില്ല. അങ്ങനെ മെഡിക്കൽ കോളേജുകാർ സർജറി ചെയ്യാൻ തീരുമാനിച്ചിട്ട് ട്രക്കിയോസ്റ്റമി എന്ന് വെച്ചാൽ വെൻറ്റിലേറ്റർ സപ്പോർട്ടിൽ ശ്വാസം എടുക്കുക. ട്രക്കിയോസ്റ്റമി ഇട്ടു. കൊളസ്റ്റമി ബാഗ്, കാരണം അവിടെ എല്ലാം നീരായി, കാരണം ബ്ലഡ് വന്ന് നിറഞ്ഞിട്ട് ഫുൾ ബ്ലഡാണ് വയറ്റിൽ. അപ്പോൾ അത് മുഴുവൻ ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇൻറ്റസ്റ്റൈനൊക്കെ ഇൻഫെക്ഷനായി. അങ്ങനെ കൊളസ്റ്റമി ബാഗ് ഇട്ടു. അങ്ങനെ അവർ അടുത്ത 48 hours പറഞ്ഞു, കാരണം ഇൻഫെക്ഷനായി, അതോടുകൂടി ന്യൂമോണിയയുമായി. ഇനി രക്ഷപ്പെടാൻ യാതൊരു ചാൻസും ഞങ്ങളുടെ മുന്നിലില്ല. അപ്പം ഞങ്ങൾക്ക് വേണ്ടി അനേകം പേർ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എറണാകുളത്തുണ്ട്, അവളോട് ഒരു ആൻറ്റിബയോട്ടിക് ചോദിക്കാൻ വേണ്ടി വിളിച്ചിങ്ങനെ ഒരു കാര്യം. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞോട്ട് ഇങ്ങനെ കൃപാസനം എന്ന് വന്നൊരു സ്ഥലമുണ്ട്. ഞാനൊരു കാത്തലിക് വിശ്വാസിയല്ല, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിലില്ല. അന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി മാതാവിൻ്റെ ഒരിത് കേൾക്കുന്നത്. അപ്പോൾ അവളെന്ത് പറഞ്ഞു, ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്, ഞാൻ അവിടെ ഉടമ്പടി എടുത്തൊരു വ്യക്തിയാണ്, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പോൾ തന്നെ എറണാകുളത്തു നിന്ന് കോട്ടയത്ത് വരാം, നിനക്ക് തന്നെ ഒരു ഓയിലുണ്ട്, അത് നീ എങ്ങനെയെങ്കിലും ICUവിൽ പോയി പുരട്ടാൻ പറഞ്ഞു. അങ്ങനെ അവൾ വൈകിട്ടായപ്പോൾ അവിടെ എത്തി. എനിക്ക് ഈ ഓയിൽ തന്നിട്ട് പറഞ്ഞു, നീ പോയി പുരട്ടാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പേപ്പർ കൊടുത്തിട്ട് എൻ്റെ മകനോട് പറഞ്ഞു, ഈ പേപ്പർ അവിടെ എല്ലാം കൃപാസന പത്രം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതൊന്നും അറിയില്ല, ഞാൻ ജീവിതത്തിൽ ആദ്യമായി മാതാവെന്ന് വിളിക്കുന്ന അന്നാണ്. അങ്ങനെ ഞാൻ അവിടെ വെച്ച് ഈ പേപ്പർ കൊടുത്ത് ഈ ഓയിൽ പുരട്ടി. പിന്നീടൊരു അത്ഭുതങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ കാണുമായിരുന്നു. അങ്ങനെ ഏകദേശം 26 ദിവസം എൻ്റെ ഹസ്ബൻഡ് അവിടെ വെൻറ്റിലേറ്ററിലായിരുന്നു. അങ്ങനെ പുള്ളിയുടെ ഇൻഫെക്ഷനൊക്കെ കുറഞ്ഞു വന്നു. കാരണം ആദ്യം നോക്കുമ്പോൾ ബ്ലഡ് റിസൾട്ടൊന്നും നമുക്ക് ചിന്തിക്കാൻ വയ്യ, ഒരവയവം പോലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതില്ല, ഫുൾ. കാരണം ഒരു ചാൻസസ് ഇല്ലാതെ പുള്ളി അവിടെ കിടത്തിയേക്കുക. അടുത്തൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജുകാർ വെൻറ്റിലേറ്റർ മാറ്റും, അവർക്ക് ആവശ്യം ഇഷ്ടം പോലുണ്ട്. എന്തോ ഒരു അത്ഭുതം പോലെ 26 ദിവസം കഴിഞ്ഞപ്പോൾ വെൻറ്റിലേറ്റർ മാറ്റി, ട്രക്കിയോസ്റ്റമി കണക്ഷൻ മാറ്റി. പക്ഷേ കൊളസ്റ്റമി ബാഗുണ്ട്, എല്ലാം ഉണ്ട്. ഏകദേശം 40 ദിവസം ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ICUവിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ആയി. എന്നാലും ഏകദേശം 30 കിലോ അദ്ദേഹത്തിൻ്റെ പോയി. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ ആകെ അറിയാവുന്നത് ജംഗ്ഷനിൽ വണ്ടി ഓടിച്ചതല്ലാതെ പിന്നെ 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ചോദിക്കുന്നത്, ഞാനിപ്പോൾ എവിടെ കിടക്കുന്നതെന്നുള്ള കാര്യം അതുപോലും അറിയാതാണ് കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കൊളസ്റ്റമി ബാഗുമായി വീട്ടിൽ വന്നു. അവർ പറഞ്ഞു, ഒരു 2 മാസം കഴിഞ്ഞ് നിങ്ങൾക്കത് റിവേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ റിവേഴ്സ് ചെയ്യാൻ ഞങ്ങൾ പല ഹോസ്പിറ്റലിൽ ചെയ്തപ്പോൾ എല്ലാവർക്കും പേടി. കാരണം ഇത്രയും ക്രിട്ടിക്കൽ ആയിരുന്ന ഒരു പേഷ്യനെ തൊടാൻ മിക്ക ഹോസ്പിറ്റലുകാരും മടിക്കുക. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ് ഞങ്ങൾ ചെന്നത്. ആരും എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല റിവേഴ്സ് ചെയ്യാൻ. കാരണം അതിൻ്റെ ഒത്തിരി ക്രിട്ടിക്കൽ പ്രോബ്ലംസ് അവർ നമ്മളോട് പറഞ്ഞു. പക്ഷേ ആ ബാഗ് ഇട്ട് നമുക്ക് എത്ര നാൾ ജീവിക്കാൻ പറ്റും? കാരണം നമ്മുടെ മലമെല്ലാം വരുന്ന ഈ ബാഗിലാണ്. പലപ്പോഴും രാത്രി കാലങ്ങളിൽ ഇത് പൊട്ടും, നമുക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിലോട്ട് പോകാൻ നേരം ഇവിടെ കൃപാസനത്തിൽ ഞങ്ങൾ ആദ്യമായി കയറുകയാണ്. ജീവിതത്തിൽ ഇന്നേ വരെ കൃപാസനം അന്ന് ആദ്യമായി കേട്ടത് പിന്നെ കാണുക. അപ്പോൾ ഈ കൃപാസനം കണ്ടപ്പം തന്നെ എൻ്റെ ഹൃദയം അങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അങ്ങനെ ഞാൻ ഹസ്ബൻഡുമായിട്ട് ഞങ്ങൾ 3 പേരും ഇവിടെ കയറി. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് പൊട്ടിക്കരയുകയായിരുന്നു. കാരണം ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു, ഞങ്ങൾക്കൊരു മെറിറ്റില്ല, ഞങ്ങളാകെ 0 ആയിട്ടിരിക്കുന്ന സമയങ്ങളാണ്. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോവുക, അമൃത ഹോസ്പിറ്റലിലോട്ട് പോവുക. അപ്പം ഞാൻ ആ സമയം അത് കഴിഞ്ഞ് തിരിച്ചു പോയി. 40 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിയുണ്ട് അവിടെ. കാരണം എൻ്റെ ജോലിയിലാണ് ഇനിയുള്ള കാര്യങ്ങൾ പോകേണ്ടത്. അങ്ങനെ ഞാൻ തിരിച്ചു പോയി. അപ്പോൾ എൻ്റെ ഫാദർ മരിച്ചിട്ട് ഞാനൊരു 10 ദിവസത്തേക്ക് വന്നേക്കുക. അപ്പോൾ ഈ റിവേഴ്സലൊന്ന് അമൃതയിൽ പോയി ചോദിച്ച് അവരൊന്ന് ചെയ്യുമോ എന്നറിയാൻ വേണ്ടി ഞാൻ പോയി. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട്
ഒരു സെക്യൂരിറ്റി എൻ്റെ പുറകിൽ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ വന്നിട്ട് പറഞ്ഞു, തിരിച്ചു വന്ന് ഇവിടെ നന്ദി പറയണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അടുത്ത ആഴ്ച എങ്ങനെയാണ് ഡോക്ടർ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഇവിടെ എത്ര പേഷ്യൻ്റ് വെയിറ്റിംഗ്, 1 month കഴിയാതെ ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഇവിടുന്ന് കിട്ടിയ ഒരു കാശ് മാതാവിൻ്റെ രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് വെച്ചോണ്ടാണ് ഇവിടെ പോയിരുന്നത്. അങ്ങനെ ഡോക്ടർ ബുക്ക് ഈ 1 മാസം കഴിഞ്ഞ് എഴുതാൻ തിരിക്കുമ്പോഴാണ് നോക്കുന്നത്, ആ ഫ്രൈഡേയിൽ ഒരാളുടെ സർജറിക്കുള്ള സ്പേസ് കിടക്കുക. അങ്ങനെ എന്നോട് പറഞ്ഞു, ഇതെങ്ങനെ വന്നെന്ന് പറഞ്ഞ് സിസ്റ്ററിനെ വഴക്ക് പറഞ്ഞിട്ട് പുള്ളി ഞങ്ങൾക്ക് അത് എഴുതി തരിക. പുള്ളി ചെയ്യാവുന്ന സമ്മതിച്ചു. ഞങ്ങൾ രാത്രി ഏകദേശം 7:30 മണിയായപ്പോൾ ഞങ്ങളിവിടെ കയറുക. തിരിച്ച് നന്ദി പറയണമെന്ന് ആ സെക്യൂരിറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു പോയപ്പോൾ ഞങ്ങളിവിടെ കയറി. ഞങ്ങൾ ആ കിണറിൻ്റെ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിങ്ങനെ, ഞങ്ങൾക്ക് എന്താ പറയുന്നത്, എല്ലാം 0 ആയിരിക്കുന്നവരാ. ഞങ്ങളവിടെ ഇങ്ങനെ നിൽക്കുമ്പം ഒരാൾ കാഷ്വൽ ഡ്രസ്സിൽ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് വരിക. അപ്പോൾ അതായിരുന്നു ജോസഫ് അച്ഛനായിരുന്നു. അതെങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് നേരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൊളസ്ട്രോമി ബാഗിൻ്റെ അവിടോട്ട് കൈ വെച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യനാണോ എന്ന് അച്ഛനെ അറിയത്തില്ല, ഒന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അച്ഛൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, പോയി സർജറി ചെയ്തിട്ട് തിരിച്ചു വാന്ന് പറഞ്ഞു. അത് അറിയത്തില്ല, അത് മാതാവ് വന്ന് ഞങ്ങളോട് ചെയ്ത്. കാരണം ഞാൻ പിന്നീട് അറിഞ്ഞ് അച്ഛനെ കാണാൻ പലരും ക്യൂ നിൽക്കുന്നൊരു സ്ഥലത്ത് അച്ഛൻ ഞങ്ങളുടെ അടുത്തോട്ട് ഡയറക്റ്റ് വന്ന് ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ ഞാനിത് പറഞ്ഞപ്പോൾ എല്ലാവരും പറയും, അയ്യോ ഞങ്ങൾക്ക് കുളിര് കോരുന്നു, ഇത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊക്കെ എന്നോട് പലരും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമൃതയിൽ ആ ഫ്രൈഡേ പോയി സർജറി ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ആ സർജറി ചെയ്യാൻ പറ്റി. അങ്ങനെ കൊളസ്ട്രോമി റിവേഴ്സൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്നേരം സർജറി കഴിഞ്ഞ് പോകുമ്പോഴും ഇവിടെ വന്ന് മാതാവിന് ഇവിടെ വന്ന് നന്ദി പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ പക്ഷേ എന്നിട്ടും പ്രശ്നങ്ങളില്ല, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇട്ടേക്കുന്ന ഗ്രാഫ്റ്റാണ്, ഈ അയോട്ടയ്ക്ക് പകരം എൻ്റെ ഹസ്ബൻഡ് ഇട്ടേക്കുന്ന ഒരു ഗ്രാഫ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഇൻഫെക്ഷൻ ആ ഗ്രാഫ്റ്റിൽ കയറി പിടിച്ചു. പിന്നീടും ഈ ഗ്രാഫ്റ്റിൽ ഇൻഫെക്ഷൻ കയറി പിടിച്ചു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ വെല്ലൂർ CMC ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അപ്പോഴൊന്നും ഞാനിവിടെ ഇല്ല, കാരണം എനിക്ക് ജോലിയുണ്ട്. ഒത്തിരി ലീവ് എടുത്ത് എൻ്റെ ലീവെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ ജോലി തിരിച്ചു പോയി. ഞങ്ങളപ്പം ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളുടെ ഒരു മെയിൽ നേഴ്സൊക്കെയാണ് അദ്ദേഹത്തെ നോക്കുന്നത്. അങ്ങനെ വെല്ലൂർ പോയി. അപ്പോൾ അവർ കണ്ടപ്പോഴേ ആദ്യം പറഞ്ഞു, ഇതൊരു മിറക്കിളാണ്, ഈ മനുഷ്യനൊരു മിറക്കിളാണ്, നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ട് ഇവിടം വരെ എത്തിയെന്ന വെല്ലൂരുകാർ ആദ്യം ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യം. അപ്പം ഞാൻ പറയും, ഇത് മാതാവിൻ്റെ വലിയൊരു അത്ഭുതം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവിടം വരെ എത്തിയത്. അങ്ങനെ ആ ഡോക്ടർക്ക് സർജറി ചെയ്യാൻ വലിയൊരു താല്പര്യം. കാരണം ആ ഒരു കേസ് ഓൾറെഡി ഇൻഫെക്റ്റഡായി ഒരു ഗ്രാഫ്റ്റ് ഇനിയും ഫുള്ള് റിമൂവ് ചെയ്യണം. എന്നിട്ടും അവർ ഞങ്ങളെ ഏറ്റെടുത്തിട്ട് ഏകദേശം 3 മാസം അദ്ദേഹം വെല്ലൂരിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2024 ഏപ്രിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ വെല്ലൂരിൽ അത് ഭയങ്കര വിജയമായിട്ട് ആ സർജറി ചെയ്തു. അപ്പം ഞങ്ങൾക്ക് ഇനി ഒരു ആൻറ്റിബയോട്ടിക് ഇന്ത്യയിലില്ല തരാൻ. കാരണം അത്രയ്ക്ക് ആൻറ്റിബയോട്ടിക്സ് എല്ലാം ഇന്ത്യയിലുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞു. കാരണം ആ സ്യൂഡോമോണസ് എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ബാക്ടീരിയയാണ് കയറിയിരിക്കുന്നത്. അപ്പം ഇനിയില്ല. അപ്പം വെല്ലൂരുകാർ പഠനാവശ്യത്തിന് വേണ്ടി നമ്മളെ അവർ ട്രയലായിട്ട് നിർത്താറുണ്ട് പല. പക്ഷെ ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ട് ട്രയലെങ്കിൽ ട്രയൽ. അങ്ങനെ ആൻറ്റിബയോട്ടിക് അവർ വേറൊരു രാജ്യത്തു നിന്ന് നമുക്ക് വേണ്ടി ട്രയലായിട്ട് വരുത്തി ഞങ്ങളുടെ ശരീരത്തിൽ അത് പ്രയോഗിച്ചു അദ്ദേഹത്തിൻ്റെ. അത് വളരെ സക്സസ് ആണ്. അപ്പോൾ ഇവിടെ എല്ലാം ഞാനപ്പം ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ, ഞങ്ങളുടെ വീട്ടിൽ ആ മെഴുകുതിരി സർജറിയൊക്കെ വെല്ലൂർ ചെയ്യുമ്പം ഞാൻ ഷാർജയിലാണ് മോളും. ഞാൻ ആ ബ്ലൂ മെഴുകുതിരി ഞാൻ കത്തിച്ച് വെച്ച് ആ സർജറി തീരുന്നത് വരെ ഞാൻ ആ മെഴുകുതിരി ഇങ്ങനെ മണിക്കൂറുകൾ കത്തിച്ച് വെച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വളരെ വിജയമായി അദ്ദേഹത്തിന് വെല്ലൂരിൽ നിന്ന് തിരിച്ചു വന്നു. ഏകദേശം 1-2 വർഷം ഞങ്ങൾ വളരെ കഷ്ടപ്പാടിലും പ്രയാസത്തിലുമായിരുന്നെങ്കിലും എന്താ പറയുക, മാതാവിൻ്റെ വലിയൊരു അത്ഭുതം ഞങ്ങളവിടെ പ്രയോഗിച്ചു. ഞങ്ങൾ വളരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലി തന്നെയാണ്. ഞങ്ങൾ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശക്തിയും എല്ലാം കൂടായി ഞങ്ങളെ 2 വർഷം കഷ്ടപ്പാടിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് ദർശിക്കാൻ സാധിച്ചു. അതാണ്. അപ്പം ഞങ്ങളിപ്പോൾ എല്ലാവരുടെയും മുന്നിലൊരു സാക്ഷിയാണ്. കാരണം ഞങ്ങളുടെ ഈ കഥ അറിയാത്തവരില്ല, എല്ലാവർക്കും ഞങ്ങളെപ്പറ്റി അറിയാം. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഒരു ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം. പിന്നീട് ഞാൻ ഉടമ്പടിയിൽ ഒരു വിഷയം വെച്ചു. കാരണം
ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുക രണ്ടുപേരും. അപ്പോൾ അദ്ദേഹം എയർപോർട്ടിലാണ് ജോലി ചെയ്തത്. ഇനിയിപ്പം ആ ജോലി ചെയ്യുക സാധ്യമല്ല. അപ്പം ഞാൻ ഓർത്തു അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് പറ്റിയൊരു ജോലി കിട്ടിയിരുന്നേൽ നല്ലതായിരുന്നു. പക്ഷെ സാധിക്കുമോ എന്ന് അറിയത്തില്ല. കാരണം ഓൾറെഡി മുന്നേ അറിയാം ഞങ്ങളുടെ ഈ അസുഖത്തിൻ്റെ കാര്യം. എന്നാൽ ഞാൻ ഈ ഉടമ്പടി എടുത്ത് തിരിച്ച് ഷാർജ ചെന്നു. അത് ഞങ്ങളെല്ലാവരും കൂടാണ് പോയത്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടൊരാൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് പറ്റിയൊരു ജോലി ഇങ്ങോട്ട് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് എങ്ങനെയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ ഒരു കൃപയും കടാശവും. അദ്ദേഹം ഇപ്പോഴും ജോലിക്ക് പോകുന്നു. ഞങ്ങളിപ്പോൾ വെക്കേഷന് വന്നാണ്. പിന്നെ എൻ്റെ മോളുടെ കാര്യം ഞാൻ എഴുതിയായിരുന്നു. എൻ്റെ മോളും അവിടെയാണ് പഠിക്കുന്നത്. അവൾ 10th പരീക്ഷ എഴുതിയപ്പം ഒരു 87 ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അവളപ്പം ഇവക്കിപ്പം മാതാവിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു ഇതില്ല, എൻ്റെ കുഞ്ഞുങ്ങളല്ലാതെ മാതാവിനോട് പ്രാർത്ഥിക്കുകയോ, ഞങ്ങളൊരു മാർത്തോമ വിശ്വാസികളാണ്. അപ്പം ഞങ്ങൾക്കിങ്ങനെ ഒരു മാതാവിൽ ആ ഒരു വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ലാത്ത ആൾക്കാരാണ്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളും ഈ മാതാവിൻ്റെ മെഴുകുതിരി കത്തിച്ച് വെച്ചായിരുന്നു അവൾ എക്സാമിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഏകദേശം 94% മാർക്ക് മേടിച്ച് സ്കൂളിലെ ഒരു 1 ഓഫ് ദി ടോപ്പർ ആകുവാൻ അവർക്കും സാധിച്ചു. പിന്നെ ധാരാളം അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ഇതിന് മൂലം ഞങ്ങൾക്ക് വളരെ ദൈവകൃപയിൽ നിൽക്കുവാൻ, അതാണ് മെയിൻ. ദൈവത്തിൻ്റെ കൃപയിൽ അനാവശ്യമായിട്ട് ഒന്നിലും പോകാതെ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുവാൻ ഞങ്ങളെ കുടുംബമായിട്ട്, എനിക്കൊരു മോനുണ്ട്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളെ കുടുംബമായി ദൈവം ഞങ്ങളെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അനേകരോട് ഞാൻ ഇവിടുത്തെ കാര്യം പറയും. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഷാർജ എന്ന് വന്ന അവളും ഇതുപോലെ ഉടമ്പടിയൊക്കെ എടുത്തു. അവരും ഇതുപോലൊന്നും മാതാവിൽ വിശ്വസിക്കാത്ത ആൾക്കാരായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു അത്ഭുത സാക്ഷിയായിട്ട് നിൽക്കുവാൻ ദൈവം ഞങ്ങളെ എടുത്ത് ഉപയോഗിച്ചു. പിന്നെ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് അനാഥാലയം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ ഇവിടെ പലർക്കും പൈസ അയച്ചു കൊടുക്കുവാനും അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ അനേകരോട് എവിടെ ചാൻസ് കിട്ടിയാലും ഞങ്ങൾ ഈ ദൈവത്തെപ്പറ്റി എല്ലാവരോടും പറയും. കാരണം ദൈവം എത്ര വിശ്വസ്തനാണ്. കഷ്ടപ്പാട് തന്നാലും ആ കഷ്ടപ്പാടിൻ്റെ നടുവിൽ നമുക്ക് ദൈവത്തെ ദർശിക്കാൻ സാധിക്കും. നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ ആരും ഭാരപ്പെടണ്ട. ദൈവസന്നിധിയിൽ നമ്മൾ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദൈവം നമ്മളെ അതിലുപരിയായിട്ട് ആൾക്കാരുടെ മുന്നിൽ മാനിച്ച് നിർത്താൻ കഴിവുള്ള ഒരു ദൈവമാണ്. അതാണ് എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്. എൻ്റെ പേര് ജോൺ വർഗീസ്. ഞങ്ങളെല്ലാവരും അബുദാബിയിലാണ്. ഞങ്ങളിപ്പോൾ വെക്കേഷൻ വന്നിരിക്കുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തേക്കെന്ന് പറഞ്ഞാൽ 2019 എന്നിട്ട് ഞങ്ങളുടെ ഇതിപ്പോൾ 2ാമത്തെ സാക്ഷിയാണ്. ഞങ്ങൾക്ക് ഈ തന്ന സാക്ഷി പറയാൻ തന്ന ഈ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും മാതാവിനും ദൈവത്തിനും തിരുക്കുമാരനും 1000 നന്ദി. ഇപ്പോൾ എൻ്റെ എല്ലാ സാക്ഷികളും അനുഗ്രഹങ്ങളും എൻ്റെ വൈഫാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. 2019 വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് നല്ല സാക്ഷ്യങ്ങളെ തന്ന് അനുഗ്രഹിച്ച ദൈവമാതാവിനും ഈശോയപ്പച്ചനും 1000 നന്ദി. അതിനുശേഷം ഞങ്ങൾ 2ാമത് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചപ്പോൾ ഈ മോൻ ആറാം മാസത്തെ സ്കാനിങ്ങിൽ മോനൊരു അബ്നോർമാലിറ്റി ഫസ്റ്റ് സ്കാനിങ്ങിൽ ഡോക്ടർ പറയാനിടയായി. അപ്പം ആ ഒരു ഇതിൽ ഞങ്ങൾ നല്ല രീതിയിൽ സങ്കടപ്പെടുകയും വിഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അച്ഛൻ തന്ന ഉടമ്പടി തൈലം ഞങ്ങൾ വയറ്റത്തിട്ട് പ്രാർത്ഥിക്കുകയും ടെസ്റ്റിന് കൊടുത്ത് ആ ബ്ലഡിൻ്റെ ട്യൂബിൽ വരെ ഞങ്ങളത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു കൊടുക്കാൻ ഇടയായതിൻ്റെ ഫലമായിട്ട് 2ാമത്തെ സ്കാൻ റിപ്പോർട്ടിൽ കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഇല്ലെന്ന് പറയാനും, ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ 35 വീക്സിലാണ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായതെങ്കിലും കുഞ്ഞിന് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുഞ്ഞിൻ്റെ മൈൽ സ്റ്റോൺസിൽ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. എല്ലാം 2-3 മാസം ഒരു ഡിലേ വരുന്നുണ്ടായിരുന്നു നടക്കാനും അങ്ങനെയൊക്കെ. പക്ഷേ ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുവാനും ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുഞ്ഞിന് ഫുള്ളായിട്ട് യൂസ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാനിടയായി. അതിൻ്റെയൊക്കെ ഫലമായിട്ട് കുഞ്ഞ് അതിലൊക്കെ നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ ഇടയായി. പക്ഷേ കുഞ്ഞ് സംസാരിക്കുന്നതിൽ കുറച്ച് നല്ല രീതിയിൽ വൈകി. 3 വയസ്സ് കഴിഞ്ഞു കുഞ്ഞ്. അവന് മലയാളം പറയുന്നതിൽ അങ്ങോട്ട് വ്യക്തത വരുന്നില്ല. നല്ല സ്പീഡിലാണ് സംസാരിക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് പുറത്തുനിന്ന് ആരെങ്കിലും ഒന്ന് കേട്ടാൽ ആർക്കും ഒന്നും മനസ്സിലാകാത്ത രീതിയിലാണ് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ ഡോക്ടർമാരെയൊക്കെ നിരന്തരമായി കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവർ പറയുന്നത് കുഞ്ഞിന് സോഷ്യൽ ഇൻട്രാക്ഷൻസ് കുറച്ച് കുറവാണ്.
പിന്നെ അങ്ങനെ വരുമ്പോൾ സ്കൂളിൽ ചേർക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഒരു അസിസ്റ്റൻറ്റിനെ തന്നെ വെക്കേണ്ടി വരും കുഞ്ഞിന്. അപ്പം അത് നമുക്ക് ഒരു ഭയങ്കര ചിലവ്. ഒരു അസിസ്റ്റൻറ്റിനെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ അവന് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അസിസ്റ്റൻറ്റിനെ വെക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ രീതിയിൽ വരെ ഇതുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ തിരിച്ച് പിന്നീട് വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് രീതിയിൽ പോവുകയും കുഞ്ഞിൻ്റെ ഇൻ്റർവ്യൂവിന് അവനെ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്തു. അവന് നല്ല ഇപ്പം 3 മാസമായി സ്കൂളൊക്കെ EG1 സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നു. ആ രീതിയിൽ ഒരു പ്രയാസങ്ങളില്ല. പക്ഷേ കുഞ്ഞ് ഒരു 3 വയസ്സായ സമയത്ത് കുഞ്ഞിൻ്റെ യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു സിസ്റ്റ് മാതിരി കണ്ടു. അത് ഞങ്ങൾ കൊണ്ട് 2 ഡോക്ടർമാരെ കൊണ്ട് കാണിക്കാനിടയായി. അപ്പം ആ ഡോക്ടർമാർ 2 പേരും പറഞ്ഞത് കുഞ്ഞിന് ഓപ്പറേഷൻ വേണ്ടി വരും. അപ്പം ഞങ്ങൾ ഭയങ്കര വിഷമമായി. ചെറിയ കുഞ്ഞിൻ്റെ മേൽ ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ളത് ഭയങ്കര വിഷമമായി. അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡ് ഒരു 10 ദിവസത്തെ അവധിക്ക് ഇവിടെ നാട്ടിൽ വരാനിടയായി. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അച്ഛന് പ്രാർത്ഥിച്ച് ഒരു ലോക്കറ്റ് തരികയാണ്, മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ തരികയാണ്. ഹസ്ബൻഡ് ഇത് തിരിച്ചു വന്ന് കുഞ്ഞിൻ്റെ കഴുത്തിൽ പിറ്റേ ദിവസം രാവിലെ പ്രാർത്ഥിച്ച് ഇത് കുഞ്ഞിൻ്റെ കഴുത്തിലിട്ട് കൊടുക്കുകയാണ്. കഴുത്തിലിട്ട് കൊടുത്ത് കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ഞാനും കൂടെ പോയി യൂറിൻ പാസ് ചെയ്യുന്ന കണ്ടപ്പം എനിക്ക് തോന്നി ഇത് യൂറിൻ അല്ല, സംതിങ് എന്തോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണെന്ന് തോന്നി. അങ്ങനെ ഒരു കുറച്ച് എന്തോ ഇത് പോയി, ലിക്വിഡ് പോലെ എന്തോ പോയി. പിന്നെയും അടുത്ത സെക്കൻഡിൽ പറഞ്ഞ് ഇനി എനിക്കുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 3 ടൈംസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പം ആ സിസ്റ്റ് അവിടെ കാണാനില്ല. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം അത് അവിടെ ഒന്നും കാണുന്നില്ല, അത് ഇപ്പം മാറിക്കിട്ടിയിരിക്കുകയാണെന്ന് ഡോക്ടർ ഞങ്ങളെ സാക്ഷ്യപ്പെടുത്തി. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം ഈശോപ്പച്ചനും മാതാമച്ചയും തന്നതിന് 1000 നന്ദി പറയുന്നു. അങ്ങനെ അതാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിക്കൂടെ ഞങ്ങൾക്ക് കിട്ടിയ ഭയങ്കര സൗഖ്യം എന്ന് പറയുന്നത്. ഇത് ഞങ്ങളുടെ മൂത്ത മകനാണ്. ഇവർ തമ്മിൽ 11 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. മോനൊരു 6th സ്റ്റാൻഡേർഡൊക്കെ വരെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ അവന് കുറച്ച് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവന് ഹെഡ് ബോയ് ആവണം സ്കൂളിൽ. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഷാർജയിലും ഫുജറയിലുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അബുദാബിയിലോട്ട് മാറിയപ്പോൾ അവിടെ പുതിയ സ്കൂളും ഇതൊക്കെ ആയപ്പം ആരും നമ്മളെ പ്രത്യേകിച്ച് അറിയത്തും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അവന് ഭയങ്കര ആഗ്രഹം ഹെഡ് ബോയ് ആവണം അവന് എന്നുള്ളത്. അപ്പം പക്ഷേങ്കിൽ മോന് ഞങ്ങൾ ഈ ഉടമ്പടി 2019 ഉടമ്പടി ഞങ്ങൾ എടുത്തതിന് ശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഈ ഉടമ്പടി പ്രാർത്ഥന അവനും ഞങ്ങൾ ബുക്ക് വാങ്ങിച്ചു കൊടുക്കുകയും രാവിലെയും വൈകിട്ടും സ്കൂളിൽ പോകുന്നതിന് മുന്നേ എല്ലാം അവനും ഈ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ തന്നെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ 3 ടൈംസ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം 10th അതുകൊണ്ട് അവന് അതിൽ പങ്കെടുത്തില്ല. പക്ഷേ ഇപ്പോൾ അവന് 3 ടൈംസ് അവന് ഹെഡ് ബോയ് ആയിട്ട് അവിടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും അവന് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും ഇപ്പം 10th 93% മാർക്ക് വാങ്ങിച്ച് അവന് പാസ്സാവാൻ ദൈവം അവനെ സഹായിച്ചു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഇപ്പം 11th പഠിക്കുന്ന അവൻ്റെ മുന്നോട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇന്നിവിടെ. അതും മാതാവും ഈശോയും ഞങ്ങൾക്ക് നടത്തി തരുമെന്ന് ഞങ്ങൾ നല്ല രീതിയിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ ചെറുതും വലുതുമായിട്ട് 2019 ഞങ്ങളുടെ സാക്ഷ്യം കേട്ടാൽ തന്നെ അറിയാം. ഞങ്ങൾ തകർന്നൊരവസ്ഥയിലാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത്. ഞങ്ങൾക്ക് അവിടെ നിന്നൊക്കെ മാതാവ് 2019 ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം 2021 സാക്ഷ്യമൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ മാതാവ് ഈശോ ഉയർത്തി ഇന്ന് നിർത്തിയിരിക്കുന്നത്. അതിന് 1000 നന്ദി. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള അനേകം കാര്യങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ പോകുന്നിടത്തൊക്കെ ഉപ്പിട്ടാണ് ഇവിടുന്ന് അന്ന് വെഞ്ചരിച്ച് തന്ന ഉപ്പിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. മക്കൾക്ക് സ്കൂളിൻ്റെ അവിടെ ബസ്സിൻ്റെ ഇത് കിട്ടാൻ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അബുദാബിയിലൊരു റൂളുണ്ട്, കുഞ്ഞുങ്ങൾ 1 അവർ മാത്രമേ ബസ്സിലിരിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അവർക്ക് സ്കൂളിന് ഫൈൻ വരും. അപ്പം അവരതുകൊണ്ട് ഉള്ള സ്റ്റുഡൻസിനെ മാത്രം ചെറിയൊരു ബസ്സിൽ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം സ്പീഡിൽ സ്കൂളിൽ എത്തിക്കുക എന്നുള്ള ഒരു ചിന്തയിലാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് മോൻ്റെ അഡ്മിഷൻ വന്നപ്പോൾ അവർ പറഞ്ഞു എന്തായാലും നിങ്ങൾ അഡ്മിഷൻ എടുത്തോ, പക്ഷേ ബസ് തരുന്ന കാര്യം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്കും അങ്ങോട്ട് മുന്നോട്ട് പോയി താമസിക്കുന്ന കാര്യം ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ നിരന്തരമായിട്ട് സ്കൂളിൽ പോവുകയും അവിടെ പോയി ഞങ്ങൾ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം
ചൊല്ലി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് അവർ നമ്മളോട് പറഞ്ഞു കുഞ്ഞിന് ബസ് ഇട്ട് 2 പേരെ അവർ വലിയ ബസ്സിൽ അറേഞ്ച് ചെയ്ത് ഒരു രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അവർ ഒരു രീതിയിൽ കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുപോകുന്നുണ്ട്. അത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അനുഗ്രഹമാണ് അമ്മ ഈശോയും തന്നത്. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ട് നിരവധി അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ പറ്റത്തില്ല. ഞങ്ങൾ ഓരോ ദിവസം പോകുന്നിടത്തും വരുന്നിടത്തെല്ലാം നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരാണ് നമ്മളെ സഹായിക്കുന്നതും പോകുന്നതും എല്ലാം. പിന്നെ അതുപോലെ രോഗസൗഖ്യങ്ങൾ, അതുപോലെ ഞങ്ങൾ കുടുംബമായിട്ട് കൂടുതലായിട്ട് ദൈവത്തെ അറിയുവാനും പ്രാർത്ഥിക്കുവാനും സന്ധ്യാപ്രാർത്ഥന കുടുംബമായിട്ട് ഉപവസിച്ച് മാസത്തിലൊരിക്കൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, ഞങ്ങൾ എങ്ങനെയായാലും എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ദിവസം പ്രാർത്ഥിക്കാൻ, അങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ അമ്മ ഈശോയും ഞങ്ങൾക്ക് ധാരാളമായി തന്നു. പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന പത്രങ്ങൾ ഞങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങൾ നോക്കുന്ന അറിയാത്തവരെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന ഈ ഉടമ്പടിയെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലരെ ഇങ്ങനെ നോക്കി വെച്ച് ഞങ്ങൾ സംസാരിക്കുക. എന്നിട്ട് അവർക്ക് ആ ഉടമ്പടി പത്രം കൊടുക്കാനും അവരെ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഒക്കെ ഇടയായി. രാവിലത്തെ പ്രാർത്ഥന, ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം, അതെല്ലാം ഞങ്ങൾ കൂടാൻ ശ്രമിക്കാറുണ്ട് എല്ലാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ആരെ അത്രയും സഹായിക്കാനുള്ള അങ്ങനത്തെ ഇതൊന്നും വരുന്നില്ലെങ്കിൽ നാട്ടിൽ ആരുടെയെങ്കിലും വിഷമങ്ങൾ കേട്ടാൽ അന്നേരം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇന്നും ശ്രമിക്കുന്നു. നമ്മൾ ഓൾഡ് ഏജ് ഹോം അങ്ങനെയുള്ളിടത്തൊക്കെ ഭക്ഷണം കൊടുക്കാനും, കുഞ്ഞുങ്ങൾ മാത്രമുള്ളിടത്ത് അങ്ങനെയെല്ലാം ഫുഡും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞങ്ങളെ കുടുംബമായിട്ട് ഇവിടെ നിർത്തിയതിന് 1000 നന്ദി. ഇനിയും സാക്ഷ്യങ്ങൾ പറയാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എൻ്റെ പേര് നിഖിൽ ജോൺ. ഞാൻ വരുന്നത് സെൻറ്റ് തെരേസാസ് ഇടവകയിൽ നിന്നാണ്. പാക്കിയിൽ, കോട്ടയമാണ്. ഞാനിവിടെ വരാൻ ഉണ്ടായ കാരണം എന്ന് പറയുന്നത് എൻ്റെ ജോലിയായിരുന്നു എൻ്റെ പ്രധാനമായ കാര്യം. ഞാനിവിടെ എത്തിയത്, ഉടമ്പടി എടുത്തത് 2025 മാർച്ച് 17-നാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാര്യം, ഞാൻ 6 വർഷമായിട്ട് ബഹ്റിനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അവിടുന്ന് എനിക്ക് സൗദിയിലേക്ക് ഒരു ജോലി കിട്ടുകയും അങ്ങനെ അതിൻ്റെ പേപ്പർ വർക്കിനായിട്ട് നവംബർ 7-ന് ഞാൻ ബഹ്റിനിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ വരികയും ചെയ്തു. പക്ഷേ പേപ്പർ വർക്കെല്ലാം കാര്യമായിട്ട് നല്ല രീതിയിൽ തന്നെ നടന്നു. കുറച്ച് തടസ്സങ്ങളുണ്ടായെങ്കിലും നടന്നിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ജനുവരി ആയപ്പോഴത്തേന് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. പിന്നെ പോകാനായിട്ടുള്ള കുറച്ച് ഡിലേ വന്നു. പിന്നെ അവർ ടിക്കറ്റിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. അങ്ങനെ ജോലി കുറച്ച് ഡിലേ ആയി. അങ്ങനെ ജനുവരി ആയി, ഫെബ്രുവരി ആയി, മാർച്ചായി. ആ ഒരു 3 മാസം ആകെ ഒരു മെൻ്റലി ഡൗൺ ആയ ഒരു അവസ്ഥയായിരുന്നു. കാരണം ഫിനാൻഷ്യലി ഇപ്പം എൻ്റെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ എനിക്കത് ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഹോം ലോണ്, അല്ലാത്ത കടങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് വളരെയധികം എന്നെ മാനസികമായിട്ട് ബാധിച്ചു. ഞാൻ റൂമിൽ തന്നെ അടച്ചിരിക്കാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം മാറി. കൂട്ടുകാർ വിളിച്ചാൽ എടുക്കാതെയായി. അങ്ങനെ പുറത്ത് പോകാതെ, പ്രാർത്ഥന കുറഞ്ഞു തുടങ്ങി. അങ്ങനെയെല്ലാം വന്ന സമയത്ത് മാർച്ച് 13-ാം തീയതി ആയപ്പോഴത്തേന് എനിക്ക് അവരുടെ മെയിൽ വന്നു, ആ ജോലി ക്യാൻസലായി, അവർക്ക് ഹയർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. അങ്ങനെ ആകെ ഡൗൺ ആയി. ഞാൻ ആരോടും വീട്ടിലൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ ഞാൻ ആദ്യം ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് ഉടമ്പടിയെ പറ്റിയുള്ളൊരു വചനമായിരുന്നു കിട്ടിയിരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഉടമ്പടി എന്ന് പറയുമ്പോൾ കൃപാസനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കൃപാസനത്തെ പറ്റി നേരത്തെ കേട്ടിരുന്നു, എല്ലാവരെയും പോലെ തന്നെ. സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റീവാണ് ആദ്യം കേട്ടിരുന്നത്. പിന്നെ അതിന് ശേഷം നല്ല കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നു. അങ്ങനെ മാർച്ച് 17-ന് ഞാനിവിടെ കൃപാസനത്തിൽ ഞാൻ മമ്മിയായിട്ട് വരികയും അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് എൻ്റെ പുറകെ ഇരുന്നൊരു ചേച്ചി ഇങ്ങനെ പറയുകയുണ്ടായി, കൃപാസനത്തിൽ വന്നാൽ മതി, ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കോളൂന്ന്. അങ്ങനെ കൃപാസനത്തിൽ വന്ന് അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മമ്മിയോട് പറയുന്നത്, അമ്മി, ആ ജോലി എനിക്ക് നഷ്ടമായി, ഇനി വേറെ ജോലി നോക്കണമെന്ന്. മമ്മി നല്ല കരച്ചിലായിരുന്നു. ഇവിടെ വന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഉറപ്പായിരുന്നു ഇവിടെ വന്നിട്ട് ഞാനത് പറയുവാണെങ്കിൽ എനിക്ക് അമ്മ മാതാവ് നല്ലൊരു ജോലി തരുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത് മമ്മിയോട് പറഞ്ഞത്. അതിനുശേഷം ഞാനിവിടെ ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി. ആദ്യത്തെ ഒരു 2 മാസം ഒരു നോർമൽ രീതി പോലെ രാവിലെയും വൈകുന്നേരം ഉടമ്പടി പ്രാർത്ഥനകൾ ചെയ്തു. ഇവിടുന്ന് കിട്ടിയ പത്രം എല്ലാം കൊടുത്തു. അങ്ങനെ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. കൂടുതലായിട്ട് ഞാനൊന്നും ചെയ്തിരുന്നില്ല. എൻ്റെ ഒരു വിശ്വാസത്തിൽ ജോലി ലഭിക്കുക ഇവിടെ വന്നുകൊണ്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക്. പക്ഷേ ഒരു 2 മാസമായപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം ഇതെൻ്റെ ഉടമ്പടി കറക്റ്റായിട്ടാണോ പോകുന്നത് എന്നുള്ള എനിക്കൊരു ഭയങ്കര ഡൗട്ടായിരുന്നു. അങ്ങനെ വന്ന സ്ഥിതിക്ക് ഞാൻ
അപ്പോഴൊന്നും ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകുന്നില്ലായിരുന്നു. കാര്യം എൻ്റെ തൊട്ടടുത്തൊരു പള്ളി ഉണ്ടെങ്കിലും ഞാൻ കുർബാന അങ്ങനെ പോകുന്നില്ലായിരുന്നു. പക്ഷേ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പം ഞാൻ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. രാവിലെ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങി. ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് രീതിയിലേക്ക് വരാൻ തുടങ്ങി. പക്ഷെ എന്നാലും എനിക്ക് എന്തൊക്കെയോ എവിടെയൊക്കെയോ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം കാരുണ്യപ്രവർത്തികളൊന്നും അപ്പോൾ ഞാൻ ചെയ്തിരുന്നില്ല. കാരണം എന്തെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് വല്ല പൈസ ഡൊണേറ്റ് ചെയ്യുമോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിരുന്നു. അല്ലാതെ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്തിരുന്നില്ല എൻ്റെ സൈഡിൽ നിന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കൂടുതലായിട്ടും. കുർബാനയുടെ സമയത്ത് ഞാൻ പരാതികൾ പറയുന്നതിന് പകരം ഞാൻ സംഭാഷണം തുടങ്ങി യേശുവായിട്ട്. കാരണം അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി പുള്ളിയോട്. എൻ്റെ അന്നത്തെ കാര്യങ്ങളും എൻ്റെ പഴയ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ തുടങ്ങി. കാരണം പരാതികൾ ഓൾറെഡി അറിയാം, ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ പറയുന്നതിനേക്കാട്ടിലും യേശുവോട് സംസാരിക്കാനായിട്ട് തുടങ്ങി, മാതാവിനോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം പള്ളിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും എനിക്ക് കൂടുതൽ കാരുണ്യപ്രവൃത്തി ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതെവിടെ പോയി തപ്പിപ്പിടിക്കണം, എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ കുറച്ച് ഒരു ഇൻട്രോവേർട്ട് ഒരു ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക്കലി ചെന്നിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പക്ഷേ അത് ഞാൻ മാതാവിനോട് പറഞ്ഞു, യേശുവിനോടും പറഞ്ഞു, എനിക്കത് പറ്റില്ല, പക്ഷേ നീ എനിക്ക് കാണിച്ചു തരണം ഒരാളെ, അല്ലെങ്കിൽ എനിക്ക് നീ ഒരു വഴി തുറന്നു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ പള്ളിയിൽ പോയപ്പോൾ ആ പള്ളിയിൽ ഒരു ചേട്ടനെ കണ്ടു. ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഒരു സെൻട്രൽ പ്രെയർ ഗ്രൂപ്പ് ഉണ്ട് എല്ലാ വ്യാഴാഴ്ചയും സെൻറ്റ് ആൻ്റണി, കോട്ടയം സെൻറ്റ് ആൻ്റണിയിൽ വെച്ചാണ് നടക്കുന്നത്, അതിന് ജസ്റ്റ് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പ്രെയർ ഗ്രൂപ്പിൽ പോയി. അവിടെ കുറച്ച് പേരിരുന്ന് കൂട്ടത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ആ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുത്തു. അവിടെ വെച്ച് വേറൊരു ബ്രദറിനെ പരിചയപ്പെട്ടു. പുള്ളി ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ആളാണ്, സാക്ഷ്യം വന്ന് പറഞ്ഞിരുന്നു. പുള്ളി ഇതുപോലെ കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം പുള്ളി എന്നോട് പറഞ്ഞു, നമുക്കിതുപോലെ കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ പോകാം, വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ മരിയ സദനം എന്ന് പറയുന്ന ഒരു പാലയിലുള്ളൊരു റിട്രീറ്റ് സെൻ്ററാണ്, അവിടെ പോയി എൻ്റെ കാരുണ്യപ്രവർത്തികൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് സംഭവിച്ചു തുടങ്ങിയത്. കാരണം അതുവരേക്കും ഇൻ്റർവ്യൂ കോളുകൾ വരുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ടെക്നിക്കലി ഒന്നും ഇതാവുന്നില്ല. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ബേറിൽ. പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം എന്നെ സംബന്ധിച്ച് എൻ്റെ സ്കില്ലൊക്കെ കുറച്ച് ബാക്ക്വേർഡായിരുന്നു, അപ്ഗ്രേഡ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ റെസ്യൂം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഫോർവേഡ് ചെയ്യുമ്പോഴത്തേനും അവരാദ്യം പറഞ്ഞ്, നേടാ ഇത് റെസ്യൂം കൊടുത്താൽ ഇപ്പോഴത്തെ കമ്പനികളിലൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല, കാരണം ഇത് പഴയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴത്തെ രീതിയിലൊന്നും കിട്ടത്തില്ല. അങ്ങനെ ഞാൻ മാനസികമായിട്ട് ഒരു തകർന്നു നിൽക്കുന്നൊരു ടൈം തന്നെയായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ വേണം ഇനി എൻ്റെ റെസ്യൂം റെഡിയാക്കി തരാനായിട്ട്. ഒരു പ്രാവശ്യം ഞാനിവിടെ വന്ന് മാതാവിന് മുമ്പിൽ റെസ്യൂം ഞാൻ സബ്മിറ്റ് ചെയ്തു. മാതാവിന് ഞാൻ കൊടുത്തു, അമ്മ ഇത് മനുഷ്യരാൽ നോക്കിയിട്ട് നടക്കത്തില്ലാത്തൊരു റെസ്യൂമെയാണ് എൻ്റേത്, കാരണം അമ്മ മാതാവ് വേണം എനിക്ക് സെലക്ട് ചെയ്ത് ജോലി തരാനായിട്ടെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്തോ രാവിലെ ഡെയിലി ബ്രെഡ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോലിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു നീക്കുപോക്കും അപ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഡെയിലി ബ്രെഡ് കേൾക്കുമ്പോൾ ജോസഫ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ജോലിയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്ന കുറേ പേരെ കാണുന്നുണ്ട്, അവർക്ക് കുറച്ച് നമ്പറുകൾ അച്ഛൻ പറഞ്ഞു. അതിൽ ഒരു നമ്പർ വെച്ചിട്ട് പ്രാർത്ഥിക്കാനാണ് അച്ഛൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ ചൂസ് ചെയ്ത നമ്പർ 7 ആയിരുന്നു. കാരണം അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം 7 ആയതുകൊണ്ട് ഞാൻ 7 തന്നെ ചൂസ് ചെയ്തു. പക്ഷേ അത് മെയ് മാസത്തിലായിരുന്നു ഞാൻ ഡേറ്റ് ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ മെയിൽ വെച്ച് നോക്കിയപ്പോഴത്തേന് പിന്നെയുള്ള 7 എന്ന് പറഞ്ഞ് 17-ാം തീയതി 27, പിന്നെ ജൂണിലുള്ള 7, അങ്ങനെയുള്ള 7 ആയിരുന്നു. അപ്പോൾ എനിക്കൊരു പേടി, മാതാവ് ഇത് ഒത്തിരി ഡിലേ ആവരുത്, കാരണം എനിക്ക് ഫിനാൻഷ്യലി ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിലെ ക്യാഷ് എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ്ലി അക്കൗണ്ട് 0 ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് മുമ്പോട്ട് എങ്ങനെ പോകണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്ന്, ജൂലൈ എന്ന് പറയുന്നത് 7-ാം മാസമാണ്. ആ മാസം വരെ പക്ഷേ എനിക്ക് നിന്ന് പോകാനുള്ളൊരു ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ അല്ല, ഒട്ടും അത്രയ്ക്കും ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയമാണ്. അങ്ങനെ വന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ആ 7 എന്നുള്ളൊരു ഡേറ്റ് അങ്ങനെ അങ്ങ് പോയി. അതിനുശേഷം ഒരു ദിവസം ഇങ്ങനെ വീണ്ടും ഡെയിലി ബ്രെഡ് എല്ലാം കേട്ടിട്ട് ടെസ്റ്റിമോണിയിൽ ഒരു ചേച്ചി പറഞ്ഞു, നമ്മൾ മനസ്സ് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ മനസ്താപ പ്രകടനം ചൊല്ലിയാൽ മതി, മനസ്താപ പ്രകടനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും, നമുക്ക് കുറച്ച് ആശ്വാസം ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ ഇതുപോലെ മുറ്റത്തിരുന്ന് ചെടിയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ മനസ്സാ പ്രകടനവും വിശ്വാസ പ്രകടനവും ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും മുല്ലപ്പൂവിൻ്റെ മണം വന്നു. അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് എനിക്ക് തോന്നിയതായിരിക്കും ഓർത്തു, പക്ഷേ കുറച്ച് നേരമായിട്ട് എനിക്കത് ഫീൽ ചെയ്തുകൊണ്ടേയിരുന്നു. ഞാനപ്പോൾ വഴിയിലും അപ്പുറം ഇപ്പുറം എല്ലാം നോക്കി, ആരെങ്കിലും പോകുന്നുണ്ടോ, സ്പ്രേ അടിച്ചിട്ട് പോകുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ആരെയും ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ ഓടി നേരെ ബാൽക്കണിയിൽ ചെന്നു. ബാൽക്കണിയിൽ ചെന്നിട്ട് ഞാൻ ഫുള്ളും നോക്കി, അവിടെ ഇവിടെ എല്ലാം നോക്കി, ആരെങ്കിലും നിപ്പുണ്ടോ എന്നുള്ളത്. പക്ഷേ ആരെയും തന്നെ ഞാൻ കണ്ടൊന്നുമില്ല. അപ്പോഴും എനിക്ക് നല്ല രീതിയിൽ മുല്ലപ്പൂവിൻ്റെ മണം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഇത് അമ്മയാണെങ്കിൽ എനിക്ക് ഒരടയാളോടെ കാട്ടിത്തരണം, മഴവില്ലിൻ്റെ രൂപത്തിലെങ്കിലും അമ്മ എനിക്കത് കാട്ടിത്തരണമെന്ന് പറഞ്ഞു. പക്ഷെ അന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞ ഒരു മഴവില്ല് വരാനുള്ളൊരു ക്ലൈമറ്റൊന്നും അല്ലായിരുന്നു.
പക്ഷേ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേന് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തിൽ നോക്കിയാൽ ഒരു മഴവില്ല് കാണുകയും ആ മഴവിൽ അധികം നേരമൊന്നും നിന്നൊന്നുമില്ല, ജസ്റ്റ് എനിക്കൊരു നിന്നൊരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടി. ആ ഒരു അവസരത്തിന് ശേഷം ആ മഴവില്ല് മാഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഉറച്ച് വിശ്വസിച്ചു അമ്മ എൻ്റെ കൂടെ തന്നെയുണ്ട്, പിന്നെ ഞാൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ജോലി ആയില്ലെങ്കിലും അമ്മ എന്നെ കാത്ത് പരിപാലിക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്ന ടൈമിൽ വീട്ടിൽ നിന്ന് മമ്മി എന്നോട് ചോദിച്ചു, എടാ പൈസ എന്തെങ്കിലും ഉണ്ടോ സാധനം വാങ്ങിക്കാനെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് കറക്റ്റായിട്ട് എൻ്റെ അക്കൗണ്ട് 0 ആണ്, കയ്യിലും 0 ആണ്, ഒന്നുമില്ല. ഞാൻ ആകെ കരഞ്ഞ്, അവർ മുമ്പിൽ വെച്ച് കരഞ്ഞില്ല, പക്ഷേ ഞാൻ റൂമിൽ പോയി കഥ അടച്ചിരുന്ന് ഞാൻ ഭയങ്കരമായിട്ടും കരഞ്ഞു. അതിനുശേഷം അപ്പം തന്നെ എനിക്കൊരു കോള് വരുവാണ്. ഒരു കമ്പനിയിൽ തന്നെ വിളിച്ചു, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് ഷെഡ്യൂൾ ചെയ്യുവാന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ അന്ന് തന്നെയായിരുന്നു ഇൻ്റർവ്യൂ നടന്നിരുന്നതും. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്, നോർമലി ഞാൻ എൻ്റെ റൂമിൽ ഇരുന്നുകൊണ്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ആ റൂമിൽ ഇരിക്കണ്ട, തൊട്ടപ്പുറത്തെ റൂമിലോട്ട് പോയിക്കോ, അവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് എൻ്റെ തോന്നലാണോ ഇല്ലയെന്ന് അറിയാൻ ഞാനൊരു ഒരു വചനം എടുത്ത് പ്രാർത്ഥിച്ചു. വചനം എടുത്തപ്പോഴത്തേന് അതിനകത്ത് കൊണ്ട് നിൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് പ്രവർത്തിക്കട്ടെ എന്നുള്ളൊരു വചനമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ നേരെ അപ്പുറത്തെ റൂമിലോട്ട് പോവുകയും അവിടെ കാശുരൂപവും ഉടമ്പടി ഉപ്പും എല്ലാം വിതറി പ്രാർത്ഥിച്ച്, കാശുരൂപം കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അതിനൊരു കാരണമുണ്ടായിരുന്നു. അതും ഒരു സാക്ഷ്യത്തിലൂടെയാണ് എനിക്ക് ഉടമ്പടി കാശുരൂപം കൈ പിടിക്കണമെന്ന് മനസ്സിലായത്. അതുവരെ ഞാനത് കഴുത്തിലാണ് അണിഞ്ഞുകൊണ്ടിരുന്നത്, കൊന്തമാലയുടെ കൂടെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴുത്തിൽ അണിഞ്ഞാൽ ആഭരണവും കയ്യിൽ പിടിച്ചാൽ ആയുധമാണെന്നാണ് ഉടമ്പടി കാശുരൂപത്തിൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത്. അങ്ങനെ ഉടമ്പടി കാശുരൂപം ഞാൻ കൈ പിടിച്ചുകൊണ്ട് തന്നെ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരുന്നു. പക്ഷേ അവരുടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എനിക്ക് കണ്ടപ്പോൾ ഒരു 3 പേജോളം തന്നെ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് അത് പെട്ടെന്ന് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിരുന്നു. കാരണം ഞാൻ ടെക്നോളജി വൈസ് നല്ല ബാക്കിൽ നിൽക്കുന്നു, പിന്നെ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. ആകെപ്പാടെ മനസ്സ് വിഷമിച്ച സമയം ഞാൻ പിന്നെ ആ ടൈമിലെല്ലാം ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാതെ സാക്ഷ്യങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു അബുദാബിയിൽ നിന്നുള്ളൊരു കോളായിരുന്നു. അങ്ങനെ അവിടുത്തെ ഒരു ടൈമിൽ എനിക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂളായി. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത് ഞാൻ അറ്റൻഡ് ചെയ്യത്തില്ല, മാതാവ് തന്നെ അറ്റൻഡ് ചെയ്യണം, എനിക്കിത് മാതാവ് തരുന്നതാണെങ്കിൽ ഈ ജോലി എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ ഇൻ്റർവ്യൂ കോൾ വന്നു. ഒരു 4 പേരോളം ഉണ്ടായിരുന്നു പാനലിൽ. ഇൻ്റർവ്യൂ നല്ല രീതിയിൽ പോയി. അത്യാവശ്യം കുറേ ടെക്നിക്കൽ പരമായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം വന്നിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു ബ്ലാങ്ക് അവസ്ഥയിൽ തന്നെയാണ് ഇരുന്നിരുന്നത്. പക്ഷേ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും എനിക്ക് ആ ഇൻ്റർവ്യൂ സെലക്ട് ആയെന്ന് വന്നു. ആ ഇൻ്റർവ്യൂ സെലക്ട് ആകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഞാൻ 2ാമത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് ആ ഇൻ്റർവ്യൂ കോള് വന്നതും ഇൻ്റർവ്യൂ ഞാൻ സെലക്ട് ആയതും. എല്ലാം പെട്ടെന്ന് തന്നെയായിരുന്നു. ജൂൺ 19 ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ജൂൺ 29 എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ കോള് വന്നു. ഇൻ്റർവ്യൂ അറ്റൻഡായി, ജോലി കിട്ടി, ഓക്കെ ആയി. അങ്ങനെ ജൂലൈ ഞാൻ 10-ാം തീയതി അവിടെ പോയി ജോയിൻ ചെയ്തു. ജൂലൈ എന്ന് പറയുന്ന 7ാം മാസമാണ്. അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ആഗ്രഹിച്ച പോലെ 7ാം മാസത്തിൽ തന്നെ എനിക്ക് ആ ജോലി ലഭിച്ചു. അങ്ങനെ ഞാൻ ജോലിക്ക് കയറി. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ആദ്യ സമയത്തൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. ഉടമ്പടി പുതുക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങിയത്. അത് പൊതിച്ചോറ് കെട്ടി ഞാൻ ടൗണിൽ പോയി വിശക്കുന്നവർക്കും എൻ്റെ മുമ്പിൽ അതിനൊരു വകയില്ലാന്ന് തോന്നുന്നവർക്ക് ഞാൻ പൊതിച്ചോറ് ഞാൻ നൽകി. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നത് പാലയിലും അരിയസദനം എന്ന് പറയുന്ന ഒരു റിട്രീറ്റ് സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടെ പോയി അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു. ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാരുണ്യപ്രവർത്തികൾ. പിന്നെ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിലും പള്ളിയിലും ഹോസ്പിറ്റലിലും എല്ലാവർക്കും പോയി ഞാൻ വിതരണം ചെയ്തിരുന്നു. ഓരോ പത്രം വിതരണം ചെയ്യുമ്പോഴും ഞാൻ അതിന് മുമ്പേ വീട്ടിൽ കൊണ്ടുപോയി ഓരോ പത്രം വിശ്വാസ പ്രമാണം ചൊല്ലി മടക്കി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും അത് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ആത്മീയമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് ഡെയിലി കുർബാനയ്ക്ക് ഇപ്പം ഞാൻ കൂടാൻ തുടങ്ങി. എല്ലാ ദിവസവും മുടങ്ങാതെ തന്നെ ഞാൻ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി. കുടുംബ പ്രാർത്ഥന ഡെയിലി ചൊല്ലാൻ തുടങ്ങി. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഞാൻ ജപമാല ഇപ്പോൾ റൂമിലിരുന്ന് സ്വകാര്യമായിട്ടും ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഒരുപാട് മാറ്റം വന്നു. പിന്നെ അതുപോലെ തന്നെ ഉടമ്പടിയിൽ എനിക്ക് ലഭിച്ച വേറൊരു അനുഗ്രഹമായിരുന്നു എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയിൽ അച്ചാച്ചൻ ഡ്രൈവറായിരുന്നു. പുള്ളി നോർമലി അങ്ങനെ കൊന്തയ്ക്കൊന്നും ഇരിക്കാതെയും പ്രാർത്ഥിക്കാതെ ഇരിക്കുന്ന ഒരാളാണ്. മീൻസ് പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കും എന്നല്ലാതെ ജപമാല ചൊല്ലാൻ കറക്റ്റായിട്ട് അറിയത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി ഞാൻ എടുത്തതിന് ശേഷം വീട്ടിൽ പുള്ളി അത് ഞാനൊരു നിയോഗമായിട്ട് തന്നെ വെച്ചിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മാതാവ് എനിക്കത് സഹായിച്ചു തന്നു. എൻ്റെ പപ്പ എൻ്റെ കൂടെ ഇരുന്ന് ഇപ്പോൾ ജപമാല ചൊല്ലുകയും എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഞാൻ അതിനൊരു നിയോഗമായി. പരിശുദ്ധ ദൈവമാതാവിന് നന്ദി പറയുന്നു. എനിക്ക് സാക്ഷ്യം പറഞ്ഞുള്ള എക്സ്പീരിയൻസ് ഇല്ല.
ആദ്യമായിട്ടാണ് സാക്ഷ്യം പറയുന്നത് ജീവിതത്തിൻ്റെ ആദ്യത്തിൽ തന്നെ. എൻ്റെ പേര് ലിജോ ജോയി, വൈഫിൻ്റെ പേര് മോനിഷ, ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞിൻ്റെ പേര് നദാനിയ. ഞാൻ പത്തനംതിട്ട ജില്ല, ഇലവന്തിട്ട ആണ് എൻ്റെ സ്ഥലം. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെയാണ് സാക്ഷ്യം പറയുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു പോരായ്മ കാണും. എനിക്ക് കിട്ടിയ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 10 വർഷമായി. ഇതുവരെയായിട്ടും ഈ കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വീട് ജപ്തി ചെയ്യുകയും അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് കുഞ്ഞുങ്ങളില്ലായിരുന്നത്. ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുറേ പൈസകളൊക്കെ പോയായിരുന്നു. അങ്ങനെ ഞാൻ യാദൃശ്ചികമായിട്ട് ഒരു സാക്ഷ്യം കേൾക്കാൻ എനിക്ക് ഇട വന്നു. അപ്പോൾ അതെൻ്റെ മനസ്സിൽ ഒത്തിരി സ്പാർക്കുണ്ടായി. കാരണം എന്തുകൊണ്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തുകൂടാ എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നായിരുന്നു. കാരണം ഞാൻ അത്രയ്ക്ക് യോഗ്യനൊന്നുമല്ല, എന്നാലും ഒത്തിരി കുറവുകളുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ ഉള്ളിൽ നിന്നും ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് ഒരു ധാരണയോ ഒന്നുമില്ലായിരുന്നു, എങ്ങനെ ചെയ്യണമെന്നൊന്നും. ഞാൻ ഒരു ദിവസം ഇതുപോലെ തന്നെ വൈഫിനോട് പറഞ്ഞ് രാവിലെ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നു. എനിക്കറിയത്തില്ലായിരുന്നു എന്തോ ചെയ്യണമെന്നൊന്നും. ഇവിടെ ചോദിച്ച രീതിയിൽ തന്നെ ഉടമ്പടി എടുത്ത് നമ്പർ കിട്ടി. ഞാൻ 2023 നവംബറിലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞാൻ പോയി. ഉടമ്പടി എടുത്ത് പോയി എന്നും രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഇവിടുത്തെ പ്രാർത്ഥനയുണ്ട്, വൈകിട്ടും പ്രാർത്ഥനയുണ്ട്. അവിടെ ജപമാല ചെല്ലുമായിരുന്നു. കുഞ്ഞുങ്ങളില്ലാതെ കഴിഞ്ഞപ്പോൾ ഞാൻ തൈലം കൊണ്ട് എന്നും വൈകിട്ട് ഇവിടെ ഉദരത്തിൽ കുരിശ് വരച്ചു. വിശ്വാസപ്രമാണം അച്ഛൻ പറഞ്ഞായിരുന്നു, വിശ്വാസം പ്രമാണം ചൊല്ലി കുരിശ് വരയ്ക്കണമെന്ന്, തൈലം എടുത്ത് കുരിശ് വരയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതുവഴി ഞാൻ 3 മാസവും ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. അങ്ങനെ 3 മാസം ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഒരു ചെറിയ നിരാശയുണ്ടായി. കാരണം ഇനി ഞാൻ എടുത്ത രീതി ശരിയായോ അതോ എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ മാർച്ച് മാസം 15-ാം തീയതി കഴിഞ്ഞപ്പോൾ ഇതുപോലെ പീരീഡ് വരുന്നില്ല. അപ്പം ഞങ്ങൾക്കൊരു സംശയം. അപ്പോൾ ഞാൻ വന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു സ്ട്രിപ്പ് മേടിച്ചിട്ട് വന്ന് ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവാണ്. ഒത്തിരി സന്തോഷമുണ്ടായി. പക്ഷെ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം നേരത്തെ 2 പ്രാവശ്യം അബോർഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പോസിറ്റീവ് ആകുമോ എന്നുള്ള വിശ്വാസം വന്നില്ല. അപ്പം ഇന്ന് വിശ്വസിക്കാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് ഡോക്ടറുണ്ട്. ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റിനകത്ത് എങ്ങനെ റിസൾട്ട് എന്നുള്ളത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ്, ആവശ്യത്തിനുള്ള കൗണ്ടും ഉണ്ട്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഇത് ഓക്കെയാണ്, റെസ്റ്റ് എടുത്താൽ മതി. അപ്പോൾ തന്നെ എനിക്ക് എന്ത് പറയണമെന്നറിയത്തില്ലായിരുന്നു. കാരണം ഒരു കുഞ്ഞുങ്ങളില്ലാതെ കഴിയുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം. ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് എന്തോ, കാരണം മാതാവ് അതുപോലെ എന്നെ എന്ന് പറഞ്ഞാൽ താങ്ങി. കാരണം എനിക്കത് വാക്കുകൊണ്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ മാതാവ് കുഞ്ഞിനെ പൂർണ്ണമായി ഈ പറഞ്ഞതിൻ്റെ വീട്ടിൽ ഞാനപ്പോൾ അന്ന് മാതാവിനോട് സാക്ഷ്യം പറഞ്ഞായിരുന്നു. മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു, മാതാവേ ഞാൻ വന്ന് സാക്ഷ്യം പറയാം, കുഞ്ഞിനെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞായിരുന്നു. ആദ്യം മുതൽ തന്നെ ഉദരത്തിൽ തൈലം പൂശുമായിരുന്നു. അപ്പം ഗർഭിണിയായിരുന്ന സമയത്തും ഞാൻ തൈലം പൂശുമായിരുന്നു. അപ്പം പലരുടെയും കാര്യങ്ങൾ കേൾക്കും. അപ്പോൾ കുഞ്ഞിന് ഉദരത്തിൽ തന്നെ വൈകല്യമോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മാനസികമായിട്ടൊരു പേടിയുണ്ടായിരുന്നു. കാരണം 9 വർഷമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അങ്ങനെ മാനസികമായിട്ടൊരു പേടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിന് നമ്മുടെ പൈസ ഇല്ല, സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇന്ന് ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ തൈലം പൂശുമായിരുന്നു. തൈലം പൂശി ഞാൻ എന്നും വിശ്വാസം പ്രമാണം ചൊല്ലിയ തൈലം പൂശിക്കൊണ്ടിരുന്നത്. പക്ഷെ ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോഴും എനിക്കെല്ലാം പോസിറ്റീവാണ് കിട്ടിക്കൊണ്ടിരുന്നത്. 5-ാം മാസത്തിൽ ചെയ്തപ്പോഴും 5-ാം മാസത്തിലറിയാം
5-ാം മാസം ചെയ്യുമ്പോൾ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യവാനാണെന്നോ എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റുണ്ട്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അങ്ങനെ നവംബർ 2024 നവംബർ 12 കുഞ്ഞ് ജനിക്കുന്നത്. കുഞ്ഞ് ജനിച്ചപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ടൊരു കുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് ദൈവം തന്നത്. അതിന് തന്നെ ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മദ്യപാനം ഉണ്ടായിരുന്നു. അപ്പം ഈ ഉടമ്പടി എടുക്കുന്നതോടുകൂടി എനിക്കത് മദ്യം പൂർണ്ണമായി ഒഴിവാക്കാനുള്ളൊരു കൃപ എനിക്ക് കിട്ടി. കാരണം മദ്യപാനം പിന്നെ ഉപയോഗിക്കുന്നതും എന്ന് പറഞ്ഞാൽ അത് ടേസ്റ്റ് ചെയ്യുന്നത് പോലും എനിക്ക് പറ്റുന്നില്ല. കാരണം നേരത്തെ ഒരു ആസക്തി ഉണ്ട്. കാരണം മദ്യപാനികൾക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഒരു ആസക്തി ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു പൂർണ്ണമായിട്ടും എനിക്ക് മാറ്റാൻ പറ്റി. കാരണം എനിക്ക് പിന്നെ അത് വേണമെന്നുള്ള താല്പര്യമില്ല. പിന്നെ ഇന്ന് വരെയും ഞാനത് ഉപയോഗിച്ചിട്ടുമില്ല. പിന്നെ അതോടുകൂടി തന്നെയാണ് ഞാൻ 1 വർഷത്തിന് മുമ്പ് കാനഡയ്ക്ക് വേണ്ടി ഒരു പേപ്പർ വർക്ക് ചെയ്തായിരുന്നു. ഒരു സുഹൃത്ത് മുഖേനയാണ്. എനിക്ക് കുറച്ച് പൈസ പോയായിരുന്നു ആ വഴി തന്നെ. ഏതെങ്കിലും രീതിയിൽ കയറാൻ പറ്റുമെങ്കിൽ കയറട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുന്നായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാൻ മാതാവിനോട് അന്നേരം പറഞ്ഞായിരുന്നു, മാതാവേ എൻ്റെ പൈസ ഇല്ല, ഇത് നടക്കുമെങ്കിലോ നടന്നില്ലെങ്കിലും മാതാവിൻ്റെ ഹിതമനുസരിച്ച് എനിക്ക് നടപ്പിലാക്കി തരണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞ് അതും ഞാൻ ഉടമ്പടിയിൽ എഴുതി കഴിഞ്ഞപ്പം അതും ഇതുപോലെ തന്നെ മാർച്ച് മാസം ലാസ്റ്റോട് കൂടി അത് ഫേക്കാണ്. അപ്പോൾ കൂടെ ഉള്ളവരുടെ ഒത്തിരി പൈസ പോയി. എൻ്റെ അത്രയും പോയില്ലെങ്കിലും എൻ്റെയും കുറേ പൈസ പോയി. പക്ഷേ അത് ഫേക്കാന്നുള്ളത് മാതാവ് എനിക്കത് വെളിപ്പെടുത്തി തന്നു. അതിന് തന്നെ മാതാവിന് വളരെയധികം നന്ദി ഞാൻ പറയുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് എനിക്ക് അച്ഛനോട് പറയാനൊരു കാര്യമുണ്ട്. എൻ്റെ ലോക്കറ്റ്, കാരണം എൻ്റെ നേരത്തെ ചെറിയ ഇരുന്ന ഒരു ഗോൾഡിൻ്റെ ഒരു മാലയായിരുന്നു. അപ്പോൾ ആ മാലയിലായിരുന്നു ഞാൻ ഈ ലോക്കറ്റ് കൊളുത്തിയിട്ടിരുന്നത്. അപ്പോൾ ഈ ലോക്കറ്റ് കൊളുത്തിയിട്ട് കഴിഞ്ഞപ്പം എനിക്കത് അറിയത്തില്ലായിരുന്നു. കാരണം എന്നോട് അച്ഛൻ പറഞ്ഞായിരുന്നു ഈ ലോക്കറ്റ് കൊളുത്തിയിടണം. അപ്പം ഈ ഉടമ്പടി എടുത്ത പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ ലോക്കറ്റ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും പേഴ്സിനകത്ത്, കാരണം ഞാൻ പേഴ്സ് അധികം ഉപയോഗിക്കത്തില്ലെങ്കിലും ഞാനപ്പോൾ ഈ മാലയിൽ കൊളുത്തിയിട്ടിരുന്നു. ഉടമ്പടി കാശ് രൂപമാണ്. അപ്പോൾ ഞാനത് കൊളുത്തിയിട്ട് കഴിഞ്ഞപ്പം കുറേ കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് മാല പൊട്ടിക്കാൻ ഇടവന്ന്. അത് ഈ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മാല പൊട്ടിക്കാൻ ഇടവന്ന്. അങ്ങനെ ഒരു 2-3 ആഴ്ച ഞാൻ ഈ കാശ് രൂപം ഇല്ലാതെ നടന്നു. അപ്പോൾ ഈ കാശ് രൂപം ഇല്ലാതെ നടക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീലാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാകുന്നു. മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു സഹതാപമൊന്നുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം, മുൻകോപമാണ്. കാരണം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എല്ലാത്തിനും അങ്ങ് ദേഷ്യമാണ്, എല്ലാവരോടും ദേഷ്യമാണ്, ആരോടും ഒരു സ്നേഹമില്ലാത്തൊരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്തുവെന്ന് എനിക്കത് മനസ്സിലായില്ല. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് എന്ന് പറഞ്ഞാൽ 3-ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കിയപ്പോൾ എനിക്ക് തോന്നിയ എനിക്ക് ഈ കാശ് രൂപം ഒന്ന് ധരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചരട് കെട്ടി ഞാൻ ഈ കാശ് രൂപം ഇട്ടു. കാശ് രൂപം ഇട്ട് കഴിഞ്ഞ് അന്ന് മുതൽ ഇതുവരെ ഞാൻ ഊരിട്ട് പോലും ഇല്ല. എനിക്ക് കാരണം ഒരു ഉള്ളിൽ തന്നെ ഒരു ഭയങ്കര ഫീലാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഫീൽ എന്താണെന്നുള്ളത്. അതുപോലൊരു സന്തോഷമാണ്. കാരണം പിന്നെ ആരുമായിട്ടുള്ള ദേഷ്യമോ കാര്യങ്ങളില്ല. ആരെങ്കിലും ഇങ്ങോട്ട് വഴക്ക് പറയാൻ വന്നാൽ പോലും ഞാനത് കേട്ടോണ്ട് നിൽക്കത്തേ ഉള്ളൂ. ആ ഒരു ഫീലാണ് എനിക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയത് ഒരു ദൈവമാണ്. കാരണം നേരത്തെ അങ്ങനെ കൊന്ത ചെല്ലത്തില്ല. പള്ളിയിൽ പോകുമ്പോഴോ ആരെങ്കിലും ഒക്കെ പറയുമ്പോഴൊക്കെയാണ് ഞാൻ കൊന്ത ചെല്ലിക്കൊണ്ടിരുന്നത്. അപ്പം ദിവസവും ഞാൻ കൊന്ത ചെല്ലുമായിരുന്നു, എന്നെ കൊണ്ട് പറ്റുന്നത്. കാരണം എനിക്ക് ചെറിയ കൺസ്ട്രക്ഷൻ പണിയും ഒരു ചെറിയ വെൽഡിംഗ് വർക്ക്ഷോപ്പുമാണ് ചെറിയ രീതിയിൽ തൊഴിലെടുത്ത് പോകുന്നത്. അപ്പോൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഈ കൊന്ത ചെല്ലുമായിരുന്നു. ഈ വർക്കിനോട് ഇരിക്കുന്ന സമയത്തൊക്കെയാണ് കൊന്ത ചെല്ലുന്നത്. ഈ കൊന്ത ചെല്ലുമ്പോഴും ഈ കൂടുതൽ ഒരു പ്രാർത്ഥനയുടെ ഒരു അരൂപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുറവ് എനിക്ക് കിട്ടി. കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരു ഫീല് കിട്ടി. ആ ഫീല് കിട്ടുമ്പോൾ തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഉപവാസം എടുക്കണമെന്ന്. അപ്പോൾ ഞാനത് ശനിയാഴ്ചയാണ് ഉപവാസം എടുക്കുന്നത്. ശനിയാഴ്ച ഉപവാസം എടുത്തിട്ട് ഞാൻ അങ്ങനെ യാദൃശികമായിട്ട് ആദ്യം പോയി 2-3 ദിവസം ഒരു നിത്യാരാധന ചാപ്പലുണ്ട്, കുറച്ച് ദൂരെയാണ്. ഞാൻ അവിടെ പോയി 1 മണിക്കൂർ ഇരിക്കും. അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും. മൗനമായിട്ടിരിക്കുന്നതേ ഉള്ളൂ, കൂടുതലായിട്ടുള്ള പ്രാർത്ഥനയൊന്നുമില്ല. മൗനമായിട്ടിരുന്നിട്ട് കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കും. പക്ഷേ അത് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നു. പക്ഷെ അതോടുകൂടി എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ ഭൂമിയിൽ എന്തുമാത്രം ഉണ്ടാക്കിയാലും കോടികൾ ഉണ്ടാക്കിയാലും, കാരണം എനിക്ക് വസ്തുവില്ല, ഞാൻ വാടക താമസിക്കുന്നെങ്കിലും
കോടികൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുകൊണ്ട് ഒരു മെച്ചമില്ലെന്നുള്ളത് മനസ്സിലായി. കാരണം ഒരു നിത്യജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു നിത്യജീവൻ വേണം. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മേളിൽ സ്ഥലം മേടിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ ഭൂമിയിൽ സ്ഥലം മേടിച്ച് കോടികൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരർത്ഥം ഇല്ലെന്നുള്ളതിൻ്റെ ഒരു ഫീല് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. മനസ്സെന്ന് പറഞ്ഞാൽ എനിക്ക് വെളിപ്പെടുത്തി കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ സ്വപ്നത്തിൽ എനിക്കതിൻ്റെ ഒരു വെളിപ്പെടുത്തൽ കിട്ടി. കാരണം ഞാൻ ആരോട്ട് ഷെയർ ചെയ്തിട്ടില്ല ഇത് ഇന്നുവരെ. വൈഫിൻ്റെ അടുത്ത് പോലും ഞാൻ പറഞ്ഞില്ല. ഒരു വെളുപ്പിൻ്റെ സമയമാണ്. എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർഗത്തിൻ്റെ ഒരു ഫീലായിരുന്നു. ഒരു ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ്. ഇവിടുത്തേനെക്കാട്ടിലും ഭയങ്കര ഹാപ്പിനെസ്സാണ്. പക്ഷേ എനിക്ക് അതങ്ങോട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നില്ല അതെന്തുവാന്നുള്ളത്. ഞാൻ ആരുമായിട്ട് ഷെയർ ചെയ്യാത്തതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. അത്രയ്ക്കുള്ളൊരു ഫീലായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ഒരു മഹത്വം എനിക്ക് വെളിപ്പെടുത്താൻ കിട്ടി. പിന്നെ മാതാവുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റിയത് തന്നെ എനിക്ക് വളരെ ഒരു സന്തോഷമായിട്ട് അല്ലെങ്കിൽ ഒരു കൃപയായിട്ടാണ് ഞാനിപ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ജോലിയുടെ. കാരണം എനിക്ക് നേരത്തെ കൺസ്ട്രക്ഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്ര ആൾക്കാരൊന്നും എനിക്ക് പബ്ലിസിറ്റിയോ വലുതായിട്ടൊന്നും അറിയാവുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. അതുതന്നെ കാരണം ജോലിക്ക് അങ്ങനെ വിളിക്കത്തില്ല. അറിയാം, ജോലി ചെയ്യുന്ന മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് അറിയാം. കാരണം നമ്മൾ പല പരസ്യങ്ങൾ കൊടുത്തും പല ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ടിട്ടാണ് നമുക്ക് ഒരു ചെറിയൊരു തൊഴിലായാലും നമ്മളൊരു വർക്ക് പഠിക്കുന്നത്. കാരണം ഇതുവരെ ഈ ഉടമ്പടി എടുത്ത ഇത്രയും വർഷത്തിനിടെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അങ്ങോട്ട് പോയി ഒരാളോടും ഒരു ജോലി ചോദിക്കാൻ പോയിട്ടില്ല. മാതാവ് ഒരു വർക്ക് തീരുമ്പോൾ എനിക്ക് അടുത്ത വർക്ക് ഓട്ടോമാറ്റിക് എങ്ങനെ വരുന്നതെന്ന് പോലും അറിയത്തില്ല. ദൈവത്തിൻ്റെ കൃപയാലാണ് എങ്ങനെ നടക്കുന്ന അറിയത്തില്ല. അതുപോലെ തന്നെയാണ് കാരണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പള്ളിയുടെ വർക്ക്. വലിയ പള്ളി അല്ലെങ്കിൽ ഒരു ചെറിയ പള്ളി, ഒരു പള്ളിയുടെ വർക്ക് എനിക്ക് ഏറ്റെടുക്കാൻ പറ്റി. അതിപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതെനിക്കൊരു ഭയങ്കര അനുഗ്രഹമായിപ്പോയി. അത് വർക്ക് കിട്ടിയത് തന്നെ, അത് എങ്ങനെ കിട്ടിയെന്ന് തന്നെ എനിക്കറിയത്തില്ല. അത് മാതാവിൻ്റെ ഒരു കൃപയല്ലാതെ വേറെ ഒന്നുമല്ല. അതെനിക്ക് 100% പറയാം. അത് മാതാവിൻ്റെ ഒരു കൃപ തന്നെയാണ് ആ വർക്ക് കിട്ടിയത്. അത് ഇപ്പോഴും പുരോഗമിക്കുന്നു. പക്ഷേ അതെങ്ങനെ ചെയ്യണമെന്ന്, അതെങ്ങനെ ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. അതൊക്കെ കറക്റ്റ് മാതാവ് ആ സമയങ്ങളിൽ എനിക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. കാരണം അവിടുത്തെ അച്ഛന് മാത്രമേ അറിയത്തുള്ളൂ. അച്ഛനോട് ഞാനത് ഷെയർ ചെയ്യുന്നത്, എന്നെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മാതാവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ആ രീതിയിലാണ് ഞാൻ ഇപ്പോഴും ആ വർക്ക് ചെയ്യുന്നത്. കാരണം ഞാനൊരു എഞ്ചിനീയർ അല്ല, ഞാൻ വെറും ഒരു 10ാം ക്ലാസ്സുകാരനാണ്. പണ്ട് മുതലേ ഞാൻ ഈ പണികൾക്ക് പഠിക്കുന്ന കാലം മുതലേ ഞാൻ പണിയാണ്. എനിക്ക് ഫാദർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പണ്ട് മുതലേ പണിയാണ്. പിന്നെ ITIയിൽ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ. ഞാൻ എഞ്ചിനീയറോ വലിയ ആർക്കിടെക്റ്റോ ഒന്നും അല്ല. എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു അനുഭവം, ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ എനിക്ക് ആ രീതിയിൽ. പക്ഷേ അതിനേക്കാളൊന്നും പറയാൻ പറ്റാത്തതിലും 10 മടങ്ങാണ് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. കാരണം ഒന്നും അറിയാത്തവന് പെട്ടെന്ന് വെളിപ്പെടുത്തി കിട്ടുന്നെന്ന് പറയുമ്പം അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത. കാരണം അത് ഒരാൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരാൾ പറഞ്ഞു തരുമ്പോൾ ആൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടല്ലേ നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെക്കാട്ടിലും എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ നമുക്ക് പറഞ്ഞു തരുന്നേ എന്നുള്ളതിനൊരു തിരിച്ചറിവും ബോധമുണ്ടല്ലോ. പക്ഷേ അങ്ങനല്ല. ഇത് നമുക്കൊന്നും അറിയാതിരിക്കുമ്പോൾ തന്നെ, എനിക്കൊന്നും അറിയാതെ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ സ്വപ്നത്തിൽ എനിക്കത് വെളിപ്പെടുത്തി തരും. ഇങ്ങനെ വേണം, അതങ്ങനെ ചെയ്യണം. പക്ഷെ അതൊരു ഭയങ്കര മിറക്കിളാണ്. അത് എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരണമെന്നൊന്നും എനിക്കറിയത്തില്ല. പരിശുദ്ധ ദൈവമാതാവ് എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹം. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സാക്ഷ്യം പറഞ്ഞ എക്സ്പീരിയൻസ് ഇല്ല. ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ സാക്ഷ്യം പറയുന്നത് തന്നെ. ഒരു വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധ ദൈവമാതാവ് തന്നത്. ഇതുവരെയും ഞാനിപ്പോൾ ഈ എടുത്ത ഉടമ്പടികളിലെല്ലാം ഞാൻ പിന്നെ ആവശ്യങ്ങളൊന്നും എഴുതാറില്ല. ഇന്ന ആവശ്യം വേണമെന്നൊന്നും ഞാൻ എഴുതാറില്ല. പരിശുദ്ധ അമ്മയോട് ഇത്രേ പറയുന്നുള്ളൂ, പരിശുദ്ധ അമ്മേ, സ്വർഗീയ മഹത്വം എനിക്ക് കൂടുതൽ വെളിപ്പെടുത്തി തരണമെന്ന് മാത്രമേ ഈ സാക്ഷ്യം വരെയും എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടി പുതുക്കുന്ന ഉടമ്പടി വരെ ഞാൻ എഴുതിയിട്ടുള്ളൂ. കൂടുതലായിട്ടൊന്നും എഴുതാറുമില്ല. വേണ്ട ആവശ്യങ്ങളെക്കുറിച്ച് എഴുതാറില്ല. പക്ഷേ ഒരു മിറക്കിളാണ് ഇത്. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാതെ തന്നെ എല്ലാം നടന്നു പോകുന്നുണ്ട്. മാതാവിനൊരു 1000 നന്ദി പറയുന്നു. 1000 നന്ദി.